വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ നമ്മളുടെ എല്ലാവരുടെയും മനം കവർന്ന് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട സുധി ചേച്ചിയും സുധി ചേച്ചിയുടെ എല്ലാമായ രതീഷ് ഏട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ ചേച്ചി, രതീഷ് ഏട്ടാ, അയ്യടാ എന്ത് സന്തോഷമായിട്ടിരിക്കുന്നു. വെൽക്കം ടു ദി ഷോ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വളരെ സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? രതീഷ് ഏട്ടനെ ഇത്രയും ചിരിച്ച രതീഷ് ഏട്ടൻ സാധാരണ നമ്മുടെ ഫ്ലോറിൽ വളരെ സൈലന്റ് ആണ്. പക്ഷെ ഇന്ന് നമുക്ക് സൈലന്റ് ആവാൻ പറ്റില്ല. ഇന്ന് രതീഷ് ഏട്ടന്റെ അടുത്ത് നമുക്ക് പല ചോദ്യം ചോദിക്കാണ്ടല്ലേ ചേച്ചി? ഇവിടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസിന് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബ്രദറിന് ഫോണൊക്കെ വാങ്ങിച്ചെടുത്തത്. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അങ്ങനെ ഒരു സർപ്രൈസ് വേണമെന്നുള്ളത് അളിയനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുള്ളത് വളരെ റയറാണ് കേട്ടോ. അപ്പൊ അളിയനും ഭയങ്കര കമ്പനിയാണോ? ആണ്. അപ്പൊ ഫോൺ വേണമെന്നും പറഞ്ഞ് കുറെ നാളായിട്ട് ഇങ്ങനെ പറയണായിരുന്നു. പുള്ളി ഇപ്പൊ സൂക്ഷിക്കല്ലോ ഒരു സാധനം, പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ കളയുന്ന ഒരു മൈൻഡായിരുന്നു. അപ്പൊ മേടിച്ചു കൊടുക്കലെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞ് ഞാൻ നിനക്കെടുത്ത് തന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ ക്രിസ്മസിന് കൊണ്ട് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം ചെന്ന അപ്പൊ തലേദിവസം ഞങ്ങളെ വിളിച്ചു 24 ഞാൻ വിളിച്ചിട്ട് പറഞ്ഞേടി വാ ഇങ്ങോട്ട്. അപ്പൊ ഞങ്ങൾക്ക് അമ്മ ഒന്നും ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ, ഞങ്ങൾ ഇവിടെ ആണെങ്കിലും ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്. അപ്പൊ അവൻ വിളിച്ചിട്ട് പറഞ്ഞു വാ ഇങ്ങോട്ട്, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം, നിങ്ങൾ ഒറ്റയ്ക്ക് എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ ചെന്നന്ന് രാത്രിയില് ഇവർക്ക് ഓൾറെഡി ഒരു ചെറിയൊരു ഫോൺ ഉണ്ട്, ടച്ച് ഫോണ്. അത് വൈഫിന്റെ ആണ്. അപ്പൊ അത് എപ്പോഴും ഇവൻ എടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പരാതിയാ. ആ ഒരു ഫോണിന് വേണ്ടി എപ്പോഴും പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ആ സമയത്ത് പുള്ളിക്ക് സങ്കടം വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എനിക്കൊരു ഫോൺ അളിയ ഒരു ഫോൺ മേടിച്ചു തരാം അളിയ, എനിക്ക് പൈസ ഉള്ളപ്പോ മതി, ഇപ്പൊ തന്നെ വേണം നിർബന്ധമില്ല, നിങ്ങക്ക് പൈസയൊക്കെ വരുവാണെങ്കിൽ ഒരെണ്ണം എടുത്ത് തരാമോന്ന് ചോദിച്ചു. അന്ന് ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ക്രിസ്മസിന് രാവിലെ നേരം വിളിച്ചപ്പോ പിള്ളേർക്ക് കേക്ക് മേടിക്കാൻ പോണായിരുന്നു. എന്റെ മകൾ ക്രിസ്മസിനുള്ള അവന്മാര് മൂത്തവര്. അപ്പൊ രാവിലെ വരുമ്പോ രാവിലെ 8:30 ക്രിസ്മസിനുള്ള അവന്മാര്. കഥയാ. ആ കഥയൊക്കെ നമുക്ക് അറിയണോ? ക്രിസ്മസിനാണ് ട്വിൻസ് അല്ലേ? ക്രിസ്മസ് 25th അതും 12:40 12:43 ആണല്ലേ? മൂന്ന് മിനിറ്റ് അവരൊക്കെ ഏകദേശം കട്ട നിക്കാണ്. നമ്മള് ഭാഗ്യമാണ് അവര് അല്ലേ? ഭാഗ്യമാണ് കേട്ടോ, എന്റെ മക്കള് ഭാഗ്യം തന്നെ. അങ്ങനെ രാവിലെ എന്റെ അടുത്ത് 8:30 ആയപ്പോ ഇങ്ങനെ തുടങ്ങി, നീ വരുന്നുണ്ടോ? ഞാൻ ചേട്ടാ കേക്ക് മുറിക്കാൻ ബേക്കറി തുറക്കണ്ടേ? അത് തുറക്കും, നീ റെഡിയാകും ഇങ്ങനെ പരവേശം കൊണ്ടുവരുന്നത്. ഞാൻ അവസാനം റെഡിയാകാൻ വന്നപ്പോഴത്തേക്ക് എന്നെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ ഒരു മൊബൈൽ മേടിച്ച് കൊടുക്കണേ. അവൻ്റെ അടുത്ത് കരഞ്ഞിങ്ങനെ മൊബൈലിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പോയി. മറ്റവനും ഉണ്ട്, വേറെ നാത്തൂന്റെ ആങ്ങളെ ഉണ്ട്, കണ്ടായിരുന്നു. അവനും ഞാനും ചേട്ടാങ്ങളും പോയി മേടിച്ച്. ആളറിഞ്ഞില്ലായിരുന്നു, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ആള് കരയായിരുന്നു അല്ലേ? കണ്ണീന്നൊക്കെ വെള്ളം വരുമായിരുന്നു പാവം. വെള്ളം അവനല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നില്ല. പെട്ടെന്ന് സങ്കടം വരുന്ന കൂട്ടത്തില് ഭയങ്കര സങ്കടപ്പെടും. ഞാനൊക്കെ സങ്കടം വന്നാലും ചിരിച്ചോണ്ടൊക്കെ നിൽക്കും ഇങ്ങനെ. ചേച്ചി അത് ആ കഴിവ് വളരെ റെയർ ആയിട്ടുള്ള ഒരു കഴിവാണ്, ആളുകൾക്ക് ഉള്ളൊരു കഴിവല്ല അത്. ചേച്ചി എപ്പോഴും ഭയങ്കര പോസിറ്റീവാണ്. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നത് അല്ലേ രതീഷ് ചേട്ടാ? ആൾക്കാർക്ക് ഇത്രയും ചേച്ചിനോട് സ്നേഹം. എത്ര കൂളായിട്ടാണ് ലൈഫിലെ എത്രയും കഷ്ടപ്പാടുകളൊക്കെ എത്ര കൂളായിട്ട് ചിരിച്ചാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ചേച്ചിക്ക് ഇത്രയും ആൾക്കാർ ചേച്ചിനെ ഇഷ്ടപ്പെടുന്നത് അല്ലെ? പിന്നെ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, അതാണ് നമ്മളുടെ. ഞാൻ എന്റെ വീടിന് മഴവില്ലെന്നാ പേരിടുന്നത്. നമ്മുടെ പുതിയ ഇനി വരാൻ പോകുന്ന വീടിന്റെ പേര് മഴവിൽ എന്നാണ് അല്ലേ? അടിപൊളി. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അതാണ് നമ്മളുടെ ജീവിതം മാറ്റി മനസ്സിലാക്കി. ഞാൻ മാത്രമേ പണിക്ക് പോകും, ഇയാള് വീട്ടിൽ തന്നെയായിരുന്നു, വേറെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റക്ക് പോണ കണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി തൊഴിലുറപ്പിനെ കൊണ്ട് പേര് കൊടുത്ത്. അത് സുണ്ടപ്പൻ ഉണ്ടായത് കുഴപ്പമില്ലേ? സുണ്ടപ്പൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞല്ലേ, അവൾ ആരെങ്കിലും നോക്കാനൊന്നും ഇല്ലല്ലോ. അപ്പത്തേക്ക് മറ്റൊരു പഠിക്കാനും പോവല്ലേ. അപ്പൊ എനിക്ക് വേറെ പണിക്കൊന്നും പോകാൻ, ഞാൻ എല്ലാ പണിക്കും പോകായിരുന്നു കേട്ടോ. ചേട്ടനോട് വന്നിട്ട് ഒരു പണിയൊന്നും പറഞ്ഞൊന്നും ഇരുന്നിട്ടില്ല. പോയ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പണിയാണ് തെങ്ങ കയറ്റം. ആണല്ലേ? ഈ മെഷീനൊന്നും ഞാൻ കയറും, തളപ്പെട്ട കയറും, വിഷയമല്ല. അപ്പൊ രതീഷ് ചേട്ടൻ അത്രയും രതീഷ് ചേട്ടനല്ലേ പറഞ്ഞത് ഒരു ചിരി എങ്ങനെയായിരുന്നു ശരിക്കും? ഇവളിങ്ങനെ അത് കാണാനായിട്ട് പോയി.
ഇവിടെ നമ്മുടെ ഈ ഒരു ചിരി പമ്പർച്ചിരിക്ക് സ്പോട്ട് ഓഡിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഗ്രാമങ്ങളിലൊക്കെ കാർത്തി സൂര്യ വന്നിട്ട് അങ്ങനെയൊക്കെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ADS-ന്റെ ഇതില് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതില് ഇങ്ങനെ വന്ന് ഒരു ചിരി പമ്പർച്ചിരി ഓഡിഷൻ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും കാണാനോ കേൾക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാനൊക്കെ പറഞ്ഞ് വിളിച്ച്. അപ്പൊ കാർത്തി സൂര്യൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കാണാൻ പോയത്. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഭയങ്കര സംസാരം. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ചിലപ്പോൾ ഇങ്ങനെ കൂട്ടുകാരൊക്കെ സംസാരിക്കാൻ കണ്ടപ്പോൾ അതിലൊരു ബിജു എന്ന് പറയുന്ന ചേട്ടനും വിജി എന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് സ്റ്റാൻഡപ്പ് വരാൻ താല്പര്യമുണ്ടോ? എൻ്റെ അമ്മ അത് എന്നാന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. വേണ്ട, എനിക്കതൊന്നും പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്, സെറ്റ് ആവും എന്ന് പറഞ്ഞു. നമ്മൾ അയ്യോ വേണ്ട ഞാൻ വരൂല, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അത് ഞാനിങ്ങ് പോകുന്നു. അതിപ്പോൾ വിജി എന്ന് പറഞ്ഞ കൊച്ച്, അവന് എൻ്റെയൊക്കെ തൊഴിലുറപ്പ് മേറ്റിൻ്റെ നമ്പർ വാങ്ങിയിട്ടാണ് പോയത്. പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പറയാൻ ആ കൊച്ചിന് നല്ല കഴിവുണ്ടോന്ന് സംസാരിച്ച് നോക്കുന്നു പറഞ്ഞ്. അങ്ങനെ എന്നോട് 4 മിനിറ്റ് വീഡിയോ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 4 മിനിറ്റ് വീഡിയോ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യൻ ഓഫീസിൽ പോയി രാജാവിനെ വിളിച്ച ഒരു സാധനം പറഞ്ഞു വീഡിയോ അയച്ചു. അത് ശരിക്കും സംഭവിച്ചാണ് ശരിക്കും. ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ടൈം അപ്പൊ ഇവളുടെ വീട് വരെ പോണെന്ന് പറഞ്ഞു. അപ്പൊ വന്ന് ബസ്സിനാ പോണ. അപ്പൊ സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയപ്പോ ഇവളോട് ഞാൻ ചോദിച്ചു ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചു. വിശക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ത്യൻ ഓഫീസർ എന്റെ ഫ്രണ്ടിൽ തന്നെ അതിനകത്ത് കേറി ഇരുന്ന് ഇവള് അപ്പൊ മറ്റേ പുള്ളി വന്നല്ലോ. അപ്പൊ സപ്ലയർ വന്നു. പുള്ളി എന്നാ വേണോ ചോദിച്ചപ്പോ ഇവളോട് എടുത്തു വായിക്കും തൊഴുതേക്കുമ്പോ രാജാവ് എനിക്കൊരു ചായ തലക്ക് കൈ കൊടുത്ത് ഞാനിങ്ങനെ കുടുങ്ങിയിരിക്കും. എന്നിട്ട് ഇയാൾക്കൊരു പൂസലല്ലേ, ഇയാള് അന്ന് മസാല ദോശ ആണ് ഓർഡർ ചെയ്ത്. അതും പുള്ളി തിന്ന് എന്റെ വടയെടുത്ത് ചിരിച്ചതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പുള്ളിക്ക് ഇത് കേട്ടിട്ട് മിണ്ടാണ്ടോട്ട് ഇരുന്നാ പോരെ. ഇങ്ങനെ ഇത് കേട്ട ഉടനെ അവിടെ അടുക്കള ചെന്നു അവിടെ നിൽക്കുന്ന പാത്രം കഴുകുന്നവരെ എല്ലാരെയും വിളിച്ചോണ്ട് എന്നെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിത് കാണുന്നില്ല, ഇവിടെ അല്ലേ വന്നിരുന്ന് കാണിക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കില്ല. ഇങ്ങനെ കോഫി ഹൗസിൽ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ കേറിട്ടില്ല പേടിയാ. ഒന്ന് പോയേരെ അതിന്റെ വാദിക്കണ്ട് ഇറങ്ങി പോകുന്നത് കേറിയില്ല എന്നിട്ട് ടെൻഷൻ. അത് നമുക്ക് ഒന്ന് അയവിറക്കരുത്. അപ്പൊ അങ്ങനെയാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഞാൻ ചേച്ചി ഇതിനു മുമ്പ് സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? എന്റെ ദൈവം ഇങ്ങനൊക്കെ ചോദിച്ചല്ലോ, ഞാനൊന്നും കണ്ടിട്ട് പോലുമില്ല. അല്ല, ഞാൻ പറയുന്നത് സാധാരണ ഒരു കുട്ടിയാണെങ്കിലും അത്യാവശ്യം എന്താ പറയാ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും നമ്മളുടെ കുറച്ചു പേര് ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ കേറാൻ പേടിയുള്ള ആൾക്കാരാണ് കൂടുതലും പേര്. ഇതുവരെ സ്റ്റേജ് കാണാത്ത ഒരാള് ലോകമെമ്പാടുള്ള മലയാളികൾ കാണുന്ന ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് എത്ര കൂളായിട്ട് ചെയ്ത് അതെങ്ങനെ സാധിച്ചു? ഇതൊക്കെ ചോദിച്ച ഭയങ്കര ഇപ്പൊ പറഞ്ഞ ലോകം മൊത്തം കാണാൻ റിയാലിറ്റി. അതൊന്നും എനിക്കറിയില്ല. റിയാലിറ്റി ഷോ ആണെന്ന് എനിക്കറിയണ്ടേ? അറിയില്ലായിരുന്നു. ഇത്ര വലിയ സംഭവമാണ് ഒരു ചിരി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പ്രോഗ്രാം കാണുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പോലെ കാണും. പക്ഷെ ഇതുപോലെ നമ്മൾ വൈറലാകുമെന്നോ നമ്മളിങ്ങനെ ജീവിതം മാറ്റിമറിക്കുമെന്നുള്ള ചിന്താഗതി നമുക്കില്ല. അപ്പൊ ഈ പുള്ളിക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ട് അപ്പൊ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പെണ്ണെ ചിലപ്പോ നീ ഇവിടെ കിടന്ന് വളവള വർത്താനം പറയുന്ന സാധനം അവിടെ പോയി കിടന്ന് പറ, നമുക്ക് വല്ല 5000 രൂപ എല്ലാം കിട്ടിയാലോ നമുക്ക് വീട്ടിലുള്ള സാധനം മേടിക്കാലോ എന്ന് പറഞ്ഞു. നിർബന്ധമാണ് ഞാൻ ഒരു ചിരി ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് താല്പര്യമേ ഇല്ല. കാരണം എനിക്ക് പേടിയാണ്. കാരണം എന്നാ ഞാൻ ആവശ്യത്തിൽ പറയണത്. ടെൻഷൻ. പുറത്തേക്കുന്നവർക്ക് അത് അറിയാൻ പറ്റില്ല. നമ്മൾ ടിവിയിൽ വരുമ്പോ 4 മിനിറ്റ് എന്തോ കിടന്ന് പറയുന്നത് അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അത് പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു റിസ്ക് ഉണ്ടാവും. എനിക്ക് മനസ്സിലാവും അത്. അയ്യോ, അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ പുറമെ കാണുന്നവർക്ക് അത് ഒരിക്കലും മനസ്സിലാവില്ല. അവര് കമന്റ് ബോറാണ് എന്തെന്നാണ് കാണിക്കുന്നത്, എന്തെന്നാ കാണിക്കുന്നത് പറയാറുണ്ടോ? കമന്റ്സ് എനിക്കല്ല പൊതുവെ വരാറുണ്ട്. എനിക്ക് സ്കിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ വന്നിട്ടുണ്ട് അങ്ങനത്തെ കമന്റ്. ആണോ? അങ്ങനെ വന്നിട്ടുണ്ട്. ബോറാണ്, നിർത്തിപ്പോടി, എങ്ങോട്ട് പോകാൻ. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് സെറ്റായി വന്നത്. ഞാൻ എവിടേക്കും പോയില്ലതല്ലേ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ രതീഷ് ചേട്ടനെ പോലുള്ള ഒരു ഭർത്താവ് ഉള്ളത് ഒരു സ്ട്രെങ്ത് ആണല്ലേ. കാരണം രതീഷ് ചേട്ടൻ നിർബന്ധിച്ചില്ലെങ്കിൽ നമ്മളത് പോവില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ കഴിവ് എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേട്ടായി നിർബന്ധിച്ചപ്പോ ഞാൻ പുറത്ത് ഞാൻ പോയിട്ട് 500-5000 രൂപ കിട്ടുവാ കിട്ടട്ടെ, ഞാൻ പോയില്ലെന്ന് ഓർത്ത് ഈ മനുഷ്യനൊരു വിഷമം ഉണ്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഈ മനുഷ്യന്റെ വിഷമത്തിന് വേണ്ടി ഞാൻ പോയതാ. ഈ അംഗനവാടിലൊക്കെ പിള്ളേരെ ആക്കാൻ പോകുമ്പോൾ ചേട്ടൻ അടിച്ച് അതിന്റെ അകത്തോട്ടൊക്കെ കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്ന് രഞ്ജി സാറിനെ വിളിച്ച് അടുത്തിരുത്തി
പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് പറയുന്നത് എന്റെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയ കഥ ആദ്യം അവിടെ പറയുന്നത്. അയ്യോ അതൊക്കെ എന്റെ കണ്ടന്റ് ആയിരുന്നു. അത് ശരിക്കും നടന്നല്ലേ? അയ്യോ പിന്നല്ലാതെ കണ്ടന്റ് ആയിട്ട് ഞാൻ കണ്ടന്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു അത്. പക്ഷെ അവര് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ് വന്നത്. അപ്പൊ ചോദിച്ചു സുധിമോളെ ഇത് അതായിരുന്നു ശരിക്കും കോമഡി. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു സുധിമോൾ ഇത് കേറുവോ, ഇത് ആൾക്കാർക്ക് ഫീൽ അല്ലേ തോന്നത്തുള്ളൂ, ഇതിൽ കോമഡി വർക്ക് ആകുമെന്ന് ചോദിച്ചു. അറിയില്ലല്ലോ വർക്ക് ആകുമെന്ന്, ഞാനിത് ആദ്യമായിട്ടല്ലേ വരുന്നത്. അതെന്താ അറിയാ രതീഷ് ചേട്ടാ, അതെനിക്ക് തോന്നുന്നേ നമ്മള് ഒരു കാര്യം സംസാരിക്കുമ്പോ ഇപ്പൊ ചേച്ചി പറഞ്ഞ ആ കഥ ഞാൻ സംസാരിക്കുമ്പോ അത് ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല എടുക്കുക. ചേച്ചിയുടെ സ്ലാങ് അതെങ്ങനെ, ഈ സ്ലാങ് ചേച്ചി ഇങ്ങനെ തന്നെയാണല്ലേ സംസാരിക്കുന്നത്? ഇത് ഏത് നാട്ടിലെ സ്ലാങ്? ശരിക്കും ഇങ്ങനെ ഒരു സ്ലാങ് ചേർത്തലയാന്ന് പറയും, ആലപ്പുഴ ജില്ലയിലായിരുന്നു. അവിടെ ഇവിടെ വരുമ്പോ അവര് പറയും കോട്ടയംകാരാണ്. ഇത് രണ്ടും കെട്ടൊരു ഭാഷയുണ്ട്. ചേച്ചി പറഞ്ഞ ആ രീതി വെച്ചിട്ടാണ് അത് അത്രയും ഹിറ്റ് ആയത്. വണ്ടി വിളിച്ചു പോയി പിന്നെ അവരങ്ങ് പോയി എന്ന് പറഞ്ഞത്. പക്ഷെ അത് റിയൽ ലൈഫില് അത് സംഭവം തമാശ രീതിയാണ്, സ്റ്റാൻഡപ്പ് കോമഡി ആണെങ്കിലും അത് റിയൽ ലൈഫില് വരുമ്പോ ഉള്ള ബുദ്ധിമുട്ട് അതാണല്ലോ അതിന്റെ വിജയം അല്ലേ? നമ്മള് പറയുന്നത് അതല്ലല്ലോ, അതാണ്. അതങ്ങനെ കണ്ടന്റായിട്ട് പറഞ്ഞപ്പോ അവര് സുധിമോള് കേൾക്കത്തില്ല, വേറെ നോക്കാം അങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പോട്ടെ സാരമില്ല, വേറെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കണ്ടാൻ സാധനങ്ങള്. രതീഷേനാണ് ഇതൊക്കെ ചേട്ടാടെയാണ് സ്റ്റാൻഡപ്പ് പഠിച്ചേക്കുന്നത് മൊത്തം. ഒറിജിനലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ചേട്ടനാണ് ചേച്ചിക്ക് ഇങ്ങനെ ഞാൻ ഓരോ പോഴത്തിലൊക്കെ കാണിക്കും, ഇയാളത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്. നമുക്കൊരു കാര്യം, രതീഷ് ചേട്ടൻ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും ഇപ്പൊ പറയാൻ പറ്റുമോ? നടക്കില്ല, എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ. പറഞ്ഞത് ഞാൻ കാണിച്ച പ്രവൃത്തി ഇയാളെ നേരത്തെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കണ്ട, അതാണ് കൊണ്ടുപോയി പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാം ഓർത്തിരുന്നേച്ചി, എന്തൊക്കെ മണ്ടത്തരം കാണിക്കണ എല്ലാം ഇയാളത് ഓർത്തിരുന്നേച്ചി. അത് കൊണ്ട് സ്റ്റാൻഡപ്പ് ചെയ്തോണ്ട് എനിക്കിപ്പോ പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയില് ആൾക്കാർ ശരിക്കും കളിയാക്കാറില്ല. ചില മറ്റേ രണ്ടാമത്തെ എപ്പിസോഡില് മറ്റേ ഇതായിരുന്നു, മറ്റേ ഞങ്ങള് ഞണ്ടിന്റെ കാര്യമാണോ? ഞണ്ടുണ്ട്, പിന്നെ മറ്റേ ഇവിടെയും പോയായിരുന്നു അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ പിള്ളേരുണ്ടല്ലോ, ഇവരെ എല്ലാത്തിനും കേട്ടണമെങ്കിൽ നല്ലൊരു എമൗണ്ടോ, എന്നെ ആകെ 600 രൂപ. അപ്പൊ തിരിച്ചു വരും ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാൻ ഞാൻ. അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് നോക്കുമ്പോ ഓരോ റൈഡൊക്കെ ഉണ്ടോ, അതിനൊക്കെ ഭയങ്കര റേറ്റ്. അപ്പൊ ഞാൻ ചുമ്മാ വെറുതെ ചെന്ന് അതിനകത്ത് ചോദിച്ചു ചേട്ടാ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോ അവർ 1700 രൂപ ചോദിച്ചു. അപ്പൊ നോക്കി നമ്മുടെ പൈസ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ഈ സാധനം മോളട്ടന്റെ അത്രട്ട് വരികയെ. അപ്പൊ ഇയാൾ ഒരു സാധനത്തേക്ക് അത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അറിയില്ല പിള്ളേരെ അതൊക്കെ ഞാനും ഇത് ആദ്യമായിട്ട് കാണാം. എനിക്കും അറിയില്ല ഇത് ഓടുന്ന നടയാണെന്നൊന്നും എനിക്കറിയില്ല. ആൾക്കാർക്ക് പോകാണെങ്കിൽ ഞാൻ എന്റെ വിചാരം ഇത് സാധനം കളിക്കുന്ന സാധനം എന്റെ ധാരണ. കാരണം ഒത്തിരി ആൾക്കാർ ഫ്രീ ആണ്. അവിടെ ചെന്ന് ഈ വർഷം ചാടി കയറി പിള്ളേരെല്ലാം കയറി. അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി, ഞാൻ കയറിയില്ല. എന്താണേലും എന്തോ എനിക്ക് കയറാൻ തോന്നിയില്ല, കയറാൻ താരത്തര നിന്നു. അപ്പോഴാണ് ഈ മനുഷ്യൻ അങ്ങോട്ട് ഓടുന്നു, കൊച്ചുങ്ങളായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറം വന്ന് ക്രോസ് ചെയ്ത് ഇത് ഇങ്ങോട്ട് വരുന്നു. ഭയങ്കര തുള്ളിക്കളി. ആ സമയത്ത് മുണ്ടെടുത്തൊക്കെ പറഞ്ഞു പോയത്. ഞാനും എറണാകുളത്തോട്ട് പണിക്കണ. അപ്പൊ ഈ ബ്ലോക്കിൽ വന്ന് നിന്നപ്പോ എന്നെ ആ പേരാ വിളിക്കണം, വെട്ടിൽ രതീഷെന്ന് വിളിച്ചപ്പോ ഞാനായ ആരാണ് ഞാൻ ഹെൽമെറ്റ് ആയപ്പോ തന്നെ മറ്റേ ഗ്ലാസ്. അതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുമ്പോഴെല്ലാം ചില സമയം ഞാൻ പനങ്ങാട് ഒരു ജോലിക്ക് പോയിട്ട് ആ വീട്ടുകാര് അപ്പുറത്തെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് വൈകിട്ട് ഞാൻ പണി നിർത്തുന്ന ടൈമില്ലേ, അന്നേരം ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ വന്ന് നിൽക്കണം എന്നെ കാണാൻ പറ്റും. ഞാനാകെ എന്തു പറയാനാ അവരാണ് വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്ന ഇങ്ങോട്ട്. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷോയില് നമ്മളുടെ ഫാമിലിനെ എല്ലാവരെയും വിളിച്ചപ്പോ മഞ്ജു ചേച്ചി അന്ന് ചോദിച്ചു എത്ര മക്കളുണ്ട്? അപ്പൊ ചേച്ചി പറഞ്ഞു 2 മക്കള്. എന്നിട്ട് പിന്നെ പറഞ്ഞു ഒരെണ്ണുണ്ട്, അത് അറിയാതെ വരുന്നത്. ഫസ്റ്റ് എപ്പിസോഡാ. വീട്ടിൽ ആരൊക്കെ ഉണ്ടോന്ന് ആദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ ഞങ്ങള് ആ ചേട്ടായി മാത്രം ആണായിട്ട് വീട്ടിൽ നിന്നൊക്കെ എത്ര മക്കളുണ്ടെന്ന് ഇപ്പൊ പേര് പറഞ്ഞ് അമീഷ അനീഷ 2 മക്കളായിരുന്നു. അതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാതെ പറഞ്ഞോടെ ഉണ്ടായിരുന്നു. അറിയാതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഉണ്ടാകുന്നത് അത് പറഞ്ഞോണ്ട് പോയാൽ മതി. അതെ, അത് പക്ഷെ തമാശ രീതിയിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ 3 കുട്ടികളും ഹാപ്പി ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നല്ലേ. നിങ്ങളുടെ ലൈഫ് സ്റ്റോറി കണ്ടപ്പം സത്യമായിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ സ്റ്റോറി നിങ്ങൾ പറയുന്നത് തമാശക്കായിരിക്കും, പക്ഷെ ആ സ്റ്റോറിയുടെ വിഷ്വൽസ് മൊത്തം കാണിക്കുകയാണ്. നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം, ചേച്ചി തെങ്ങേ കയറുന്നത് വരെ ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ എപ്പിസോഡ് കണ്ട
എല്ലാവരുടെയും തന്നെ മനസ്സിലൊരു ഒരു വിങ്ങലായിരുന്നു. അവിടം തൊട്ടാണ് എനിക്ക് തോന്നുന്നത് സുധി ചേച്ചീനെ സ്വന്തം വീട്ടിലുള്ള ഒരാളായിട്ട് എടുത്തത്. അത്രയും കഷ്ടപ്പാടുന്ന് വന്നിട്ട് ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇനി എവിടൊക്കെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി മാത്രമല്ല, നമ്മള് എവിടൊക്കെ പോയാലും നിങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങൾ ഒരുപാട് പേര്. ആ ഒരു ചേഞ്ച് എങ്ങനെയാ നിങ്ങൾ കാണുന്നേ? അത്രയും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പറയാനൊന്നുമില്ല എന്റെ പൊന്നെ, അതൊക്കെ വേറെ ഒരു ലെവലാ. ആണല്ലേ? ഐക്യദശമി കാണാൻ പോയി. നമ്മള് യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയത്. പക്ഷെ ആൾക്കാരവിടെ കയറി ബ്ലോക്കായി, വഴിയൊക്കെ ബ്ലോക്കായിട്ട് പോലീസുകാരൊക്കെ വഴക്കിട്ട് നിങ്ങൾ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുന്നത്. സെലിബ്രിറ്റി എനിക്കാണ് നാണം വന്ന് സെലിബ്രിറ്റിയാണ് ഞാൻ പോലും അറിയാതെ സെലിബ്രിറ്റി ആയിരുന്നു. അത് തന്നെ, ഞാൻ പോലും അറിയാതെ സെലിബ്രിറ്റി ആയി ഇപ്പൊ നിങ്ങള്. കാരണം ആ ഒരു കഷ്ടപ്പാട് നമ്മളും കണ്ടതാണ്. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്, വെറുതെ ഒരു ദിവസം കൊണ്ട് എത്തിയതല്ല. കഷ്ടപ്പാട് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ഈ ഉള്ളകണ്ട പണിയൊക്കെ എടുക്കുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. എല്ലാരും ചോദിക്കും എന്തിനാ സുമതി തെങ്ങ കയറുന്നത്, ഹോട്ടലിലൊക്കെ പണിക്ക് പോകണം, പക്ഷെ ജീവിക്കണം, എല്ലാവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നൊരു തൻ്റെ വാശി എനിക്ക് ഉള്ളിനുള്ളിലുണ്ടായിരുന്നു. ലക്ഷ്യം ഉണ്ടായിരുന്നു എവിടെയൊക്കെ എത്തിക്കണം എന്ന്. പക്ഷെ ഇത് ഈ വഴിയാണെന്ന് അറിയത്തില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. TV കാണാൻ കുട്ടികളെ ഇരുത്താറില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ എപ്പോഴും ഓർക്കും എന്റെ വല്ല നാളിന്റെ പ്രശ്നമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു, ജനിച്ച കാലം മൂലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആകെ സന്തോഷം എന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ കൂടെ വന്നപ്പോഴാണ് സന്തോഷം. എന്താന്ന് ഈ മനുഷ്യന്റെ കാര്യം പറഞ്ഞപ്പോഴാ 16ാമത്തെ വയസ്സിൽ ചേട്ടന്റെ കൂടെ വന്നതാണ് സുധി ചേച്ചി അല്ലേ? അതെ, പക്ഷെ പൊക്കം കൂടുതലായിരുന്നു എന്നൊക്കെ വിചാരിച്ചായിരുന്നല്ലേ ആദ്യം? പൊക്കം കുറച്ചുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ? വിചാരിച്ചല്ല, അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ഫോണിൽ കൂടെ ആണല്ലോ. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിച്ചപ്പോ നമ്മ ഇച്ചിരി ഹൈറ്റിൽ നിൽക്കണ്ടേ പറഞ്ഞു. എനിക്ക് ഇഷ്ടമായിരുന്നു ഭയങ്കര ഹൈറ്റ് ഉള്ള ആളെയും ഹൈറ്റും വെയിറ്റും ഒക്കെ ആളായിരുന്നു ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യം പറഞ്ഞ കുരങ്ങോട്ടിരുന്നാലും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എനിക്ക് പൊക്കം മസ്റ്റ് ആയിരുന്നു, ഹൈറ്റ് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ഫോണിൽ കൂടെ ആണല്ലോ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചിങ്ങനെ എന്തോരം പൊക്കം ഉണ്ടെന്ന്. അപ്പൊ ചേട്ടായി പറഞ്ഞ് 5 അടി 8 ഇഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ അവന് കൂടെ നിൽക്കുന്ന ആളോട് ചോദിച്ചേട്ടാ ഇത് എന്തോരം ഉണ്ടോ 5 അടി 8 ഇഞ്ച്? അപ്പൊ അവൻ നല്ല അമൃതാമച്ചന്റെ ഒക്കെ പൊക്കം ഉണ്ടോ, അത്ര ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഞെട്ടിപ്പോയി. നമ്മള് സ്വപ്നത്തിൽ കണ്ടതിന്റെ 1/4 ഭാഗമുള്ളൂ. ഭയങ്കര അതെ. പക്ഷെ രതീഷേട്ടൻ എങ്ങനെയാണ് സുധി ചേച്ചിയാണ് എന്റെ വൈഫ് ആവേണ്ടത് എന്നുള്ള ഒരു ഇത് വന്നത് എങ്ങനെയായിരുന്നു? അല്ല, ഞാനിവിടെ നമ്മുടെ ഏറ്റുമാനൂർ പള്ളി പണിയാകുമ്പോഴാണ് ആദ്യം കാണാം. അവിടെ ഞങ്ങൾക്ക് പെയിന്റിങ്ങിന് പണിക്ക് പോയത്. അവിടെ നമ്മുടെ കൂട്ടുകാരുടെ പണിയായിരുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കാണുന്നത്, ഇയാളെ വലിയ മെന്നെയൊന്നുമില്ല ഞാൻ കാണാനെന്നാണ്. പിന്നെ നമ്മളതിനകത്ത് കയറി വിളിച്ച് അറ്റാക്ക് ചെയ്ത്, പിന്നെ നമ്മുടെ ജീവിതത്തില് ഇയാളായിരിക്കും ആ രീതിയിൽ ഞാൻ പിന്നെ അങ്ങോട്ട്, പിന്നെ ഇയാളെ ഞാൻ വിളിച്ച് ഇവിടെ വരുത്തിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയതല്ല, ഇവിടെ അങ്ങോട്ട് പോകാൻ കാര്യമുണ്ടാ. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് പ്രണയിച്ചിരിക്കുമ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരെ തെറ്റാണെന്ന് ചിന്തിക്കാനുള്ള മോളെ എനിക്ക് ആ സമയത്തില്ല. ഇല്ല, അത്രയും പ്രായമല്ലേ. എനിക്കറിയില്ല അത് അങ്ങനെ വരെ തെറ്റാണ്. അത് ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇവർക്കാണെങ്കിൽ പിന്നീട് അത് എന്നെ പറയാൻ നെഗറ്റീവാണ് ചിന്തിക്കാനുള്ള ഒരു ഗട്സ് എനിക്കില്ല. എന്താ പറയാ, അതൊരു ബുദ്ധി ഇല്ല എനിക്ക്. അപ്പൊ ഈ മനുഷ്യനെ പ്രേമിച്ച സമയത്ത് എന്നോട് പറഞ്ഞ് അവിടെ വന്നുകൊണ്ടുവരാൻ എനിക്ക് പാടാണ്, നീ ഇങ്ങോട്ട് വരാവോന്ന് ചോദിച്ചപ്പോ ഞാൻ പ്രേമിക്കുന്ന ആളോട് ജീവിക്കുന്നല്ലേ വലുത്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് പോകുന്നു എന്നല്ലാതെ പിന്നീടാണ് ഇതിന്റെ ഭവിഷ്യത്ത് ഇവരൊക്കെ വായിന്നുള്ള കുത്തുവാക്ക് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ്, അത് അത്രയും ചെറിയ പ്രായത്തിൽ ആ കുത്തുവാക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തത് വലിയ ഒരു തെറ്റാന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ വരാൻ പാടില്ല, ഒരാണൊരു വീട്ടിൽ വന്നാൽ ഒരു പെണ്ണെ വിളിച്ചോണ്ട് വരണ്ടേ എന്നുള്ള മൂള എനിക്ക് അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോന്ന് വിളിച്ചപ്പോ തന്നെ. പക്ഷെ അതുകൊണ്ട് ഇറങ്ങി പോന്നാലും ഇപ്പൊ നമുക്ക് അതോർത്തിട്ട് ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒത്തിരി ആ പേരിലൊക്കെ ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് അതെ കുത്തുവാക്കാട്ടിലും ഒത്തിരി മാനസിക ഒരു കല്യാണത്തിന് പോയപ്പോഴാണെങ്കിലും അവരൊക്കെ ഇങ്ങനെ അതുകൊണ്ടല്ലേ നമ്മളെങ്ങനെ ആണുങ്ങളെ പണിക്ക് വിടും, ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ നമ്മളെ തിരക്കി വരും. അത് ഇവരുടെ ചേട്ടയുടെ വീട്ടിൽ നിന്നാണെ പോലും എനിക്ക് അങ്ങനെ ഒത്തിരി കുത്തുവാക്ക് കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? അതങ്ങനെ ഞാൻ എപ്പോഴും പറയാം, അങ്ങനെ പ്രേമിക്കുന്ന പിള്ളേരെ ഞാൻ ഒരിക്കലും പ്രേമിക്കാൻ പാടില്ല. പ്രേമിക്കലേന്നല്ല, അത് നല്ല രീതിയിൽ അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കിട്ടുന്നതായിരിക്കും. കല്യാണം കഴിക്കുമ്പോ അങ്ങനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ പാടായത് റിസ്ക് ആണ്. അല്ലെങ്കിൽ അതുപോലെ മാനസികമായിട്ട് നല്ല കരുത്ത് വേണം പിടിച്ചു നിൽക്കാനായിട്ട്. പക്ഷെ എപ്പോഴും രതീഷേട്ടൻ പറഞ്ഞില്ലേ സംയുക്ത വർമ്മേനെ പോലെ ഇരിക്കുന്നേന്ന്, അങ്ങനെ പറഞ്ഞു. അതൊക്കെ പറയും, ഡയലോഗ് മാത്രം ഇപ്പൊ പറയാറില്ലേ. പക്ഷെ അന്ന് കാണാൻ വലിയ മെനയില്ലായിരുന്നതാണ്, ഇപ്പൊ സുന്ദരിയാണ് അല്ലേ? പിന്നെ അല്ല, ഞാൻ കൊണ്ടുവന്നപ്പോ സുന്ദരിയായി. പിന്നെ
ചേട്ടൻ കൊണ്ടുവന്നത് അത് ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഞാൻ കൊണ്ടുപോകും, ഞാൻ എന്നെ കൊണ്ടുവന്ന് കാണാനിരിക്കുന്ന സാധനം ആധാറിന്റെ ഫോട്ടോ എടുത്ത് ആധാർ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? അത് കാണിക്കണ്ടായിരുന്നു ഇവിടെ. അത് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ഇടായിരുന്നു. നമ്മളെ കോട്ടയശാല ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഈ കുടവയറും ഇവിടെ ഇരിക്കുമ്പോ എരമുലാണ് വയറ് നിൽക്കുന്നത്. അതൊക്കെ എന്റെ അടുത്ത് വന്നതിന് ശേഷം ഉണ്ടായ സാധനങ്ങൾ ഇതൊക്കെ. പക്ഷെ ഇപ്പൊ എന്തായാലും ഇപ്പൊ എത്രക്ക് ഒരു ചിരി വരുന്ന വരെയുള്ള ഷേപ്പ് കണ്ടാൽ മനസ്സിലായി, അതിന് ഒത്തിരി വ്യത്യാസം എപ്പിസോഡ് മാറിയപ്പോഴും ചേച്ചിയുടെ മുഖത്തും ആ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴുള്ള ആ ഒരു വിഷമം എനിക്ക് തോന്നുന്നേ മഞ്ജു ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമമുള്ളവരാണ് പുറത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ച് വർത്താനം പറയുന്നതെന്ന്. പിന്നെ ചേച്ചിയുടെ അയൽക്കാരൊക്കെ ചേച്ചിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അത് മഴവിൽക്കരമെന്ന് പറഞ്ഞു. അതെ അതെ, ആ ചാനലില് അവരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ഞാൻ അത് നേരത്തെ പറഞ്ഞത്, അവരൊക്കെ ചേച്ചിനെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ചേട്ടാടെ ആൾക്കാരെ കുറ്റം പറഞ്ഞു, ചേട്ടാടെ അപ്പച്ചി അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് ചേട്ടാ. അവരൊന്നും കുഴപ്പമില്ല, നമ്മള് നല്ല ഇതാണ്. കാരണം അവർക്കറിയാം ഞാൻ വന്ന കാലം പോലെ ഞാൻ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും അവർക്കറിയാം. കുറച്ച് അകലം നിൽക്കുന്നവർക്ക് അത് പറഞ്ഞാൽ ഫീൽ ചെയ്യത്തില്ല. തൊട്ടടുത്ത് ഇതൊരു ദ്വീപ, ആള് വന്ന പോലെയാണ്, ഒരു കായലിന്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉള്ള വീട്, അതിൽ 6 വീടെന്തോ ഉണ്ട്. അവിടെ ഉള്ളവർക്കറിയാം ഞാൻ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുറത്തുള്ളവർക്ക് അറിയാം, എങ്കിലും ഇച്ചിരി അടുത്ത് അറിയുന്ന അവരൊക്കെ ആയിരിക്കും. എത്ര പ്രാവശ്യം ചാകാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയും അവിടെ. അത് ഞാൻ പല പ്രാവശ്യം ഞാനിപ്പം സുചേച്ചി ഒരു ഇതില് കോമഡി ആയിട്ടാണ് പറഞ്ഞത്, ട്രെയിനില് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ആക്ച്വലി ശരിക്കും സീരിയസ് ആയിട്ട് രതീഷ് ചേട്ടൻ ചോദിച്ചതായിരുന്നോ എടുത്ത് ചാടാൻ പറ്റുമെന്ന്? നിവൃത്തിയില്ലല്ലോ. അതൊന്ന് പറയാമോ, അത് എന്തായിരുന്നു ആ സിറ്റുവേഷൻ എന്നുള്ള? ആ സമയത്താണോ? ചേട്ടാടെ വീട്ടിലിങ്ങനെ എപ്പോഴും പ്രശ്നങ്ങളാ. ഞാൻ എന്താ പറയാ, അത് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രശ്നം. അവർക്ക് ഓൾറെഡി എന്നെ ഇഷ്ടമല്ല, എന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ കുറ്റം പറയുന്നില്ല കേട്ടോ, ഒരിക്കലും വീട്ടുകാരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി എടുത്ത് വലുതാക്കി കൊണ്ടുവരുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, സ്ത്രീധനം മേടിച്ച് കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു അവര് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം എല്ലാം തല്ലി തകർത്തുകൊണ്ട് അവര് പറഞ്ഞ സെയിം സാധനം ഞാൻ പറയുക, ഈ തെരുവിലൊക്കെ തെണ്ടി വളർന്ന ഒരു പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുമല്ലോ. ആ ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് അവർക്കുണ്ടായിരുന്നു ഒത്തിരിയായിട്ട്, ഭയങ്കരമായിട്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഞങ്ങളെ ഇറക്കി വിടും, തിരിച്ചു വിളിക്കും, ഇറക്കി വിടും, തിരിച്ചു വിളിക്കും. തന്നെ പ്രശ്നങ്ങൾ ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നാമത് കാരണം ഞാൻ വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്നതല്ലേ, അപ്പൊ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടൊന്നും ഇല്ല അവിടൊന്നും ഇല്ല എങ്ങും ഇല്ലാതെ സിറ്റുവേഷൻ ചേട്ടാ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആളുകളൊക്കെ പറഞ്ഞ് വാടി നമ്മൾ ജീവിക്കും, ഇവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കും, നിങ്ങൾ ഞൊടിച്ചൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച സെറ്റ്. അപ്പൊ തന്നെ മക്കളായിട്ട് ഇറങ്ങി. അന്ന് അവന്മാർ 2 പേരും ഉള്ളു കേട്ടോ, കുഞ്ഞുങ്ങളെ. അവര് 14 വയസ്സിന് വ്യത്യാസം ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ അവര് പീക്കിരികളായിരുന്നു. അപ്പൊ അങ്ങനെ കോട്ടയത്ത് നാമ്പടത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് ട്രെയിൻ കാണണമെന്ന് ചോദിച്ചു. അപ്പൊ ട്രെയിൻ കാണണം, നമ്മൾ കുഞ്ഞല്ലേ, ചെറുതല്ലേ, വലിയ പ്രായമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി എത്ര വയസ്സുണ്ട്? ഈ ഒരു 18-19 വയസ്സുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറലോകം ഒന്നും കാണാതെ വളർന്ന ആളല്ലേ. ഇത്ര ട്രെയിനെ കയറിയിട്ടില്ല, ബിരിയാണി കഴിച്ചിട്ടില്ല, നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടില്ല, അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ജീവിതം നാടും വീടും ഒക്കെ കാണുന്നത് ഈ മനുഷ്യൻ്റെ കൂടെ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ അവിടെ ചിലപ്പോൾ ട്രെയിനെ കയറ്റാമെന്ന് ട്രെയിനെ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നമുക്ക് എന്തായാലും പോകാൻ സ്ഥലമൊന്നുമില്ല, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. അന്ന് ഇനി വരെ ട്രെയിനിൻ്റെ മുന്നോട്ട് ചാടാമെന്ന് ചോദിച്ചു മക്കളായിട്ട്. അപ്പോൾ ഞാൻ ചാടുമോ, എനിക്ക് ടെൻഷൻ, ട്രെയിൻ കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ഞാൻ അവർക്കൊന്ന് ചാടാൻ തുടങ്ങും, അവിടെ പപ്പ അടിക്കും. അപ്പൊ ശരിക്കും ചേച്ചിക്കും അതുപോലെ ഓക്കെ ഇതെന്നാ പിന്നെ അവസാനിപ്പിക്കാം എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. ഇല്ല, ഞാൻ എന്തിനാണ് എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ അപ്പോഴും വിചാരിച്ചത് എങ്ങനെയും ജീവിച്ച് കാണിക്കണം, ആ ഒരു മെന്റാലിറ്റി എന്റെ ഉള്ളിൽ കിടന്നു വെച്ചത്. ജീവിക്കണം. ഇപ്പൊ ഇവര് പറയും ചേട്ടാക്ക് ശ്രീധരം മേടിച്ച് മാലയൊക്കെ കിട്ടാതെ വരുമ്പോ ചേട്ടായുടെ കുടുംബത്തിൽ എല്ലാവർക്കും മാലയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ശ്രീധരം ആണുങ്ങൾക്ക് മാല ഇടുന്നവരും അങ്ങനെ ഒന്നും ചേട്ടാക്ക് കിട്ടാത്തത് എന്നെ കെട്ടിയവന്റെ പേരിലാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കയറും. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചും നമ്മൾ ജീവിച്ച് കാണിക്കണം എന്നൊരു ചിന്താഗതിയാ. അപ്പൊ ഞാൻ ചാടൂല്ലാതെ അങ്ങോട്ട് കിടന്ന് ബബ്ബ കളിച്ചപ്പോ അവിടെ ഒരു റെയിൽവേ പോലീസുകാരുണ്ടല്ലോ, അവര് വന്നിട്ട് ചോദിച്ചു. അപ്പൊ ഇന്നത്തെ പക്വതയൊന്നും അന്നില്ലല്ലോ. അപ്പൊ ഞാൻ വെട്ടി വിളിച്ച് പറഞ്ഞു ഈ മനുഷ്യനെ കൊല്ലാൻ നോക്കാന്നൊക്കെ പറഞ്ഞു. മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു ചേച്ചി. അങ്ങനെ എന്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അങ്ങനെ വിളിച്ച് ചേർത്തിട്ട് വീട്ടിലോട്ട് പറഞ്ഞു. അങ്ങനെയാണ്. അതിൽ പിന്നെ ഒരിക്കലും തോന്നിയിട്ടില്ലല്ലോ? ഇല്ല. അന്നത്തോടെ അത് കഴിഞ്ഞ് പിന്നെ
ഞങ്ങള് വീട്ടിൽ ഇവിടെ വന്ന് തോന്നിട്ടില്ലെന്നല്ല, ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ശരി ഇരുചിരി ബമ്പർശ്ശേരി പോകുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ തൂങ്ങി കയറി. തൂങ്ങിയിട്ട് ഇത് ആരോടും പറയാത്തൊരു കാര്യമാണ്. തൂങ്ങിയിട്ട് എൻ്റെ കൊച്ചുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയമായിരുന്നു. അവർ കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ പിടച്ചോണ്ടിരിക്കുക. അവർ പേടിച്ചില്ല ആ സമയം. മേശ വലിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടിട്ടിട്ട് ചെത്തി കണ്ടിച്ച് താഴെ ഇട്ട്. അതിന് തൊണ്ടയൊക്കെ ഞാൻ ഒരു ചിരി വരുമ്പോഴൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റി, തൊണ്ടയൊക്കെ നീരായിരുന്നു എനിക്ക്. അതാണ് എനിക്ക് ഫ്ലോറിൽ നിന്നപ്പോൾ അത്ര സങ്കടം വന്നത്. അത് എപ്പോഴും ഞാൻ ഒന്നത്തെ കാര്യം ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല. ഫുൾ ടൈം ഞങ്ങളുടെ സ്ഥലത്തെ കിടക്കുക പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അത്ര ആയില്ലേ, വയസ്സറിയിച്ച പിള്ളേരായി, കയറി കിടക്കാനൊരു വീടില്ല. എന്നെ കെട്ടിൻ്റെ വലിയ മനുഷ്യൻ കിടന്ന് അനുഭവിക്കുന്നു. എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് മാനസിക സംഘർഷം. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റും അച്ഛനില്ല, എനിക്ക് ചോദിക്കാൻ പറ്റും അമ്മയില്ല, സ്വന്തക്കാരില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് മാനസികമായ ടെൻഷൻ. ആരും ഇല്ലാത്തൊരു ഒറ്റയ്ക്ക് ഈ മനുഷ്യൻ മാത്രമേ ഉള്ളല്ലോ സപ്പോർട്ടായിട്ട്. അപ്പോൾ ഞാൻ ആ സമയം എന്തോ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയത്. ഒട്ട ബുദ്ധിയിൽ തോന്നുകയാണെങ്കിലും അത് ആ സമയത്ത് ചേച്ചിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എത്രയോ നന്നായല്ലേ. ഒരിക്കലും അത് വന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ ബമ്പറിച്ചിരി വരുന്നത്. അതാണ് എനിക്ക് അത്ര സങ്കടം ആ ഫ്ലോർ വന്നിപ്പോ ഉണ്ടായത്. നിമിത്തം എന്നൊക്കെ പറയുന്നത് ശരിക്കും ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് ഞാൻ കയറുമായിരുന്നു കേട്ടോ, എന്റെ കരകയറ്റം വരുന്നു അവിടെ നിന്ന്. പിന്നെ ഡിസംബർ 17-ാം തീയതിയാണ് ഞങ്ങൾ ഒരു ചിരി ബമ്പറിച്ചിരി പോകുന്നത്. ഒരു വർഷം വിളിച്ച് ഭയങ്കര പാടായിരുന്നു അങ്ങോട്ട്. നമുക്കിതൊക്കെ കണ്ടപ്പോ ആകെ ഇത് എപ്പോഴായിപ്പോയി. സ്റ്റേജൊക്കെ ഇട്ട് എനിക്ക് കൈകാലൊക്കെ വിറച്ചെന്റെ എന്ത് ചെയ്യുന്ന. ഇവള് പരിപാടിക്ക് കയറി. അപ്പൊ ഞാൻ പുറത്ത് നിൽക്കായിരുന്നു, നമ്മളെ കയറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അപ്പൊ വേറെ 2-3 ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ചെന്ന് പരിചയപ്പെട്ടു. അവരോടൊക്കെ സംസാരിച്ച് കഴിക്കുമ്പോ പുള്ളിക്കാരൻ ഓടി വന്നപ്പോൾ രതീഷ് പെട്ടെന്ന് അകത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ തല കറങ്ങി വീണെന്നും പറഞ്ഞാൽ ഞാൻ ചെല്ലണത്. പക്ഷെ ഞാൻ അകത്ത് ചെല്ലുമ്പോ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് കമന്റ് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെല്ലുമ്പോ. അപ്പൊ എനിക്ക് ഇച്ചിരി സമാധാനമായി. പക്ഷെ അതിനകത്ത് കയറിയും ആ ക്യാമറയും ലൈറ്റ് ഒക്കെ കണ്ടപ്പോ എന്റെ പിടിവിട്ടു പോയി. എനിക്ക് എന്ത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജൊക്കെ കയറിട്ടുണ്ട്. അമ്പലപ്പുറമിലൊക്കെ കിട്ടുമ്പോ ആരും ഇല്ലാത്ത സമയത്തില്ലേ, അങ്ങനെയൊക്കെ ഇപ്പൊ കയറിയിട്ടില്ലാണ്ട് ഇങ്ങനൊരു സംഭവത്തിൽ കയറിയിട്ടില്ല ജീവിതത്തിൽ. ഇത്രയും വലിയ ഇത്ര ആൾക്കാർ ജഡ്ജസ് എന്നൊക്കെ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ജഡ്ജസ് അല്ലേ ഇവരൊക്കെ. ഞാൻ അവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അവര് ചോദിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല അവരോട്. ആകെ ഇതായി നിക്കണേ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ശരിക്കും ലൈഫ് സ്റ്റോറീസ്. ഇതൊക്കെയാണ് നമ്മള് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. ചേച്ചി എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു നിങ്ങൾ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ചേച്ചിയുടെ ജീവിതം അവിടെ അവസാനിക്കേണ്ടതാണ്. എന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ചാനലിൽ ഇന്റർവ്യൂ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ എത്രയോ ദൂരം നിങ്ങൾ വന്നിരിക്കുന്നേ. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഭയങ്കര അഭിമാനമായിരിക്കും. നിങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വളരെ അഭിമാനമായിരിക്കും. അതുപോലെ ചേച്ചി ഒരു സാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ടി വി കണ്ട് ഇരിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോ അനിൽ എന്നാന്ന് തോന്നുന്നല്ലേ സാറിന്റെ പേര്. സാറെന്ന് പറഞ്ഞ പ്രോട്ടോകോമിന് മുതലാളിയാ. സാധാരണ ഇല്ലായ്മയെന്ന് കയറി വന്നൊരു മനുഷ്യനാ. അതുകൊണ്ട് തന്നെ നമ്മളോട് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പൊ ഞാൻ ആദ്യം അവിടെയൊക്കെ ചിലപ്പോ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ. എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അറിയാം, സംസാരിക്കാൻ പറ്റത്തേ ഇല്ല. കുഞ്ഞിതങ്ങൾ വെച്ചോളാം നമ്മളുടെ. അപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക്. അങ്ങനെ ആദ്യമായിട്ട് ആ പൊറോട്ട കമ്പനി പോവുക. അപ്പൊ അവിടെ ചെന്ന് കഴിയപ്പോഴത്തേക്കും ഫുഡല്ലേ പൊറോട്ടയുടേത്, അത് സംസാരിക്കാൻ പറ്റാത്ത തുപ്പലിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തെറിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. 2 ദിവസം പോയി. 3-ാമത്തെ ദിവസം ഞാൻ പണി നിർത്തി. സംസാരിക്കാൻ പറ്റില്ലാത്താണ് പണി നിർത്തി. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ പുള്ളി വിളിച്ച് ചോദിച്ചു എന്താ സ്തുതി പണിക്ക് വരാത്തെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊന്നു സാറേ എനിക്ക് അവിടെ പണിക്ക് വന്നിട്ട് എന്റെ വായൊക്കെ നീര് വെക്കും, നാക്കൊക്കെ നീര് വെച്ചെന്ന് പറഞ്ഞു. അതെന്താണ്? ഞാൻ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ സാരമില്ല, അപ്പൊ നന്നായിട്ട് പണിയെടുക്കും, ഹാർഡ് വർക്ക് ചെയ്യും. ഭയങ്കരമായിട്ട് 2-3 വേറെ പണിയൊക്കെ ചെയ്യുന്ന പുള്ളി തന്നെ പറയും. അപ്പോൾ പണിയെടുക്കുന്നതോട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് പുള്ളി പറഞ്ഞു അത്യാവശ്യം ഇച്ചിരിയൊക്കെ സംസാരിച്ചു, കുഴപ്പമില്ല വരാൻ പറഞ്ഞു. അങ്ങനെ ഇച്ചിരി സംസാരിച്ചോളം പറഞ്ഞ മുതലാളി ഞാനും കൂടെ ആയിരുന്നു പിന്നെ കഥയടി മൊത്തം അവിടെ കിടന്നു. അങ്ങനെ പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ പുള്ളിക്ക് അറിയാം. ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ. പുള്ളിയല്ലേ ചേച്ചി പുള്ളി കഥ പറഞ്ഞിട്ട് പുള്ളി ഇരുന്ന് കരഞ്ഞത് ഈ അനിൽ സാർ തന്നെയാണല്ലേ ചേച്ചിയുടെ കഥ? ഭയങ്കരമായിട്ട് പുള്ളി വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു വീടിൻ്റെ ഇതൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കറണ്ടില്ല, വീട്ടിൽ കറണ്ടില്ല.
അതൊക്കെ എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റത്തില്ല കേട്ടോ, അതൊന്നും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചേട്ടായുടെ വീട്ടിൽ തറവാട്ട് കറണ്ട് ഉണ്ട്, നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞല്ലേ, അതൊക്കെ ഇപ്പത്തെ ഷീറ്റല്ലേ, അത് ഓലയായിരുന്നു അന്ന് മൊത്തം മറ നേരത്തെ. ഓല വെച്ച് മറച്ചായിരുന്നു. അപ്പോൾ പാമ്പൊക്കെ കയറി വരും. അപ്പോൾ ഡീസൽ മേടിച്ചിട്ട് 2 വർഷം ഞങ്ങൾ ഡീസൽ മേടിച്ചിട്ട് വിളക്ക് കത്തിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടയുടെ സ്വന്തത്തിൽപ്പെട്ട അപ്പച്ചിയുടെ മക്കളൊക്കെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, എല്ലാവരും. ചേട്ടയുടെ അപ്പച്ചിമാരുടെ മക്കൾ മൊത്തം അവരുള്ളതാണ് നമ്മൾ ഇത്ര സെറ്റപ്പ് മക്കളായിട്ട് നിന്ന് ഒരു ധൈര്യത്തിൽ പിടിച്ചു നിന്നതൊക്കെ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, ഒരു ബൾബ്, ഒരു വയറ് മതിയല്ലോ, ഒരു ബൾബ് വലിച്ചു കൊടുക്കുക, അതുങ്ങൾ ഇരട്ടത്തല്ലേ കിടക്കുന്നതൊക്കെ. പക്ഷെ തന്നില്ല ഞങ്ങൾക്ക്, എന്നിട്ടും തന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പ്രൊഡക്റ്റ് കമ്പനി ഞാൻ ഇങ്ങനെ ഇന്ന സമയത്ത് ഇങ്ങനെ അനുസരിച്ച് ഈ കറണ്ടൊക്കെ കിട്ടാൻ എന്നാ ചെയ്യേണ്ടത്, നമുക്ക് ആ സമയത്ത് റേഷൻ കാർഡൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, സുധി നീ പെട്ടെന്ന് റേഷൻ കാർഡ് ഉണ്ടാക്ക്, നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നീ KSFB പോയി സംസാരിച്ചാൽ മതി, ശരിയായിക്കൊണ്ട് നിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ മതി അഞ്ചേരം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന്, ഞാൻ മുതലാളി ചേട്ടാന്ന് വിളിക്കും, അത്ര ഒരു കൂടപ്പുറപ്പ് പോലെയാണല്ലേ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച് ആദ്യ ദിവസം ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പറ്റത്തില്ല, അത് ഓലയാണ്, അത് ഓല എല്ലാം കത്തിയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം പറഞ്ഞിട്ട് വരും, പറ്റത്തില്ല, നിയമമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഇവരുടെ വീട്ടിൽ കളിയാക്കി. പിന്നെ അവൾ ഇപ്പം തന്നെ കറണ്ട് മേടിക്കുന്നതും പറഞ്ഞു, ഇപ്പം തന്നെ കിട്ടുമെന്നാണ് ധാരണ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഓൾറെഡി ആർക്ക് അറിയാവുന്ന ചേട്ടാക്കറിയാം, എനിക്ക് ഒരു സാധനം ലക്ഷ്യം ഇട്ടാൽ പിന്നെ അത് കിട്ടണം. ഞാൻ പ്രയത്നിക്കും കിടന്നോണ്ട് ഉറക്കം ഉണ്ടാകത്തില്ല എനിക്ക്, അത്രയ്ക്ക് ഞങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് AEയോട് നേരിട്ട് സംസാരിച്ചു. ഞാൻ അച്ഛൻ വിളിക്കാൻ പോയ കഥയും എല്ലാ കഥയും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് കറണ്ട് തരാൻ ഇതില്ല, പക്ഷെ നിനക്ക് ഞാൻ കറണ്ട് തരാം, അത് കറണ്ട് ഷോർട്ടൊക്കെ ആയിരിക്കും ഒരു സാധനം അത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ വയറിങ് ചെയ്ത് തന്നെയൊക്കെ പൈസ തന്നിച്ചേരണ പൈസ വന്നു, വയറിങ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കണക്ഷൻ കിട്ടും. ആണല്ലേ, ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന പോലെ ഗ്യാസ് എടുക്കുന്ന കാര്യം ചേട്ടായുടെ വീട്ടിൽ ചെന്ന് അവർക്ക് ഗ്യാസ് എടുക്കാൻ പോകും ആദ്യമായിട്ട് കണക്ഷൻ. അപ്പോൾ ചേട്ടാ ചോദിച്ച്, എൻ്റെ പെണ്ണുമ്പിള്ള ഇങ്ങനെ അടുപ്പിലല്ല കത്തിക്കുന്നത്, ഒരു കുറ്റി തരാം, 2 കുറ്റി ഉണ്ടല്ലോ ഒരു ഇതിന് തരാം, ഞങ്ങൾ അടുപ്പ് മേടിച്ചോളാം. ആര് പറഞ്ഞു എന്നോടത്ത് ഞാൻ ഇത് മേടിക്കാൻ പോകും, ഞങ്ങൾ അതൊന്നും മേടിക്കാൻ പോകുന്നല്ലെന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം ഞങ്ങൾ ചോറുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ഗ്യാസ് എടുത്തിട്ട് വന്നു. ഈ മനുഷ്യങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് കരയുന്ന മെന്റാലിറ്റിയാണ് ഇത്. അല്ലാതെ സങ്കടം വരും, കരയും. അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കണം, അല്ല അവരുടെ മുന്നിൽ ഇത് മേടിക്കണം, അങ്ങനെ ചിന്ത വരത്തില്ല പെട്ടെന്ന്. അതിന് ചേച്ചി ഉണ്ടല്ലോ, പെട്ടെന്ന് അതാണ് 2 പേരില് ഒരാൾ അങ്ങനെയാണെങ്കിലും ചേച്ചി ഉണ്ടല്ലോ, അത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ എനിക്കൊരു ഗ്യാസിന് കണക്ഷൻ, അതൊക്കെ വലിയ വലിയ കുറ്റികളൊക്കെ അല്ലേ പൊറോട്ട കമ്പനിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, പുള്ളി പറഞ്ഞു എന്റെ സുതി അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പേടിക്കണം. അങ്ങനെ അനിച്ചേട്ടൻ നന്നാണ് എനിക്ക് ആ ഗ്യാസ് കുറ്റി അടുപ്പും എല്ലാം കൂടെ മേടിച്ചു തന്നു. അത് കഴിയുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റുന്നത് എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിച്ചത്. അവര് TV കാണാൻ വന്നൊരു സീരിയലുണ്ട്, ഈ അമ്മേന്നെന്തോ പറയുന്നൊരു സീരിയലുണ്ട്, കുഞ്ഞു കൊച്ചു അമ്മേനെ കണ്ടോ, എന്റെ അമ്മേനെ സീരിയലുണ്ട്. അപ്പൊ ആ സീരിയൽ കാണാനായിട്ട് എപ്പോഴും ചെല്ലും. ആ സമയത്ത് മുറ്റത്തൊക്കെ വെള്ളം കയറുമല്ലോ, അപ്പൊ ഇവര് ചെളിയല്ലേ ചവിട്ടിക്കട്ടെ, അപ്പൊ അവരുടെ കട്ടിലേലോ കസേരയിലോ അങ്ങനെ ഒന്നും നിരത്തായിരുത്തുള്ളൂ. അപ്പൊ അങ്ങനെ പ്രാവശ്യം ഇറക്കി വിട്ടിട്ട്, എന്നാൽ ഇവരെ ഇറക്കി വിട്ടിട്ട് വീട്ടിലോട്ട് പോകുന്ന എനിക്ക് അത്ര സങ്കടം വരത്തില്ല. അപ്പൊ ഈ TV ഇരിക്കാൻ മുറി ഇങ്ങനെ കുത്തം വീണിട്ട് ജനലിനെ കുത്തം വീണ് ഹോളുണ്ട് ചെറിയ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ ഇരുട്ടുന്ന TV കാണുന്നു. അതെന്നെ സംബന്ധിച്ചോളം സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ ഞാൻ വിട്ട് കിടന്ന് കരഞ്ഞു, വിഷമം വന്നു. അപ്പൊ പിറ്റേ ദിവസം ഞാൻ പൊറോട്ട കമ്പനി ചെന്നിട്ട് സംസാരിച്ചില്ല അധികം, ഈ വിഷമം എൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പൊ എൻ്റെ അടുത്ത് അഞ്ചനം എന്ത് പറ്റി ഇന്ന് സംസാരിക്കാതൊക്കെ നിൽക്കുന്നത്? അപ്പൊ സംസാരിക്കാൻ നിൽക്കാനൊക്കെ അറിയാമല്ലോ, അത് ഉറപ്പ്. എനിക്ക് മുതലാളിയാണെങ്കിൽ കൂടി എനിക്ക് അഞ്ചൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു കൂടപ്പുറപ്പ്, ഒരു എന്താ പറയുക, നമ്മൾ ഇത്ര സാഹചര്യം ഒരു അച്ഛൻ്റെ സാധനം എനിക്ക് ഉള്ളിൽ. അപ്പൊ ഒരു സങ്കടം എന്നാന്ന് ചോദിച്ചപ്പോ എനിക്ക് സങ്കടം വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കരഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ്, TV അല്ലേ സുധിമോളെ, ഇത്രയൊക്കെ ആയില്ല, നീ എന്താ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ അനിച്ചേട്ടൻ മേടിച്ച് TV ആണ്. എനിക്ക് തോന്നുന്നത് നമുക്കിങ്ങനെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഇൻസൾട്ട് ആണ് മുരളി ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നില്ലേ. എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്നുള്ളത്, പക്ഷെ സുധി ചേച്ചിനെ പോലെ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ അറിയാവുന്ന കുറെ സ്ത്രീകളുണ്ട്, ഇതുപോലെ ഓരോന്നിങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വരും. എന്റെ മമ്മി അങ്ങനെ ഒരാളാണ്. മമ്മീനെ ആരെങ്കിലും ഒന്ന് ചെറുതായിട്ട് കണ്ട മമ്മിക്ക് പിന്നെ ഭയങ്കര, മമ്മി അത് ഒരു മോട്ടിവേഷൻ ആയിട്ട് കാണുള്ളൂ. മമ്മി അത് എങ്ങനെയെങ്കിലും തരണം ചെയ്ത്, അതുപോലെയാണ് സുധി ചേച്ചിയും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളുടെ നാട്ടിലുള്ളത് തന്നെ വലിയ കാര്യം അല്ലെ. സുധി ചേച്ചി ഇത്രയും നിലയിലെത്തി. ഇതുപോലെ ഇപ്പൊ അനിൽ സാറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇപ്പം സുധി ചേച്ചിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ആരായിരിക്കും? ഇപ്പൊ ഒരു ചിരി ബമ്പർ ചിരിയിൽ വന്നു കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, ഇത് പള്ളിയിൽ പോയപ്പം ഒരു ചേച്ചി വന്നിട്ട് പള്ളി പോയപ്പം ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതായിരുന്നു. അത് ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ അതുപോലെ ഒരാൾ ഇത് എന്താ പറയാ,
നമുക്ക് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരാള് പെട്ടെന്ന് വന്നിട്ട് ചേച്ചിയുടെ അത്രയും വലിയൊരു ആരാധികയാവാം, അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഉണ്ട്, ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് കരയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ മറ്റത് ഭയങ്കര സംഭവമായിരുന്നു. അത് ഭയങ്കര സംഭവം. അതിനെനിക്ക് ഒത്തിരി നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നു. ഞാനത് ചുമ്മാ പറയുന്നത്, അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി. ഞാനിട്ട് എനിക്കറിയില്ലല്ലോ, കമന്റ്സ് പറഞ്ഞ് ഫോട്ടോന്ന് വെക്കത്തില്ലേ. എനിക്കിത് കാണുമ്പോ സത്യമുള്ള കാര്യമല്ലേ, അത് നുണയാന്ന് പറയുമ്പോ എനിക്ക് സങ്കടമാണ്. എനിക്ക് ഉള്ളിൽ എന്താണോ അതാ പുറത്തോട്ട് വരത്തുള്ളൂ. അല്ലാതെ എനിക്ക് നോണ ഉള്ളി വെച്ചിട്ട് അത് നല്ല ശരി. അതുകൊണ്ടാണ് എന്റെ സ്റ്റാൻഡപ്പ് പലതും പൊളിഞ്ഞു പോയിക്കുന്നത്. കാരണം എന്റെ അല്ലാത്ത കഥകൾ പറഞ്ഞ എന്റേതായ ഏക്കത്തില്ല. കാരണം എനിക്കത് ജീവിച്ച് പറയാൻ അറിയില്ല, എന്റെ അല്ല അത്. അപ്പൊ അങ്ങനെ എന്റെ 2 സ്റ്റാൻഡപ്പ് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഉള്ളിൽ സത്യം അല്ലാത്ത കാര്യം അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വരും, സത്യമായ കാര്യം. അപ്പൊ അതിന് ഞാൻ അതിന്റെ അടിയിലൊക്കെ പോയി കമന്റ് ഇടും, സത്യമായിട്ട് എന്റെ അമ്മയാണോ സത്യം, എന്റെ ചെയ്യാനല്ലേ എന്റെ അവസ്ഥയാണ്. നമ്മളെ ആ ചേച്ചീനെ കൊണ്ടുവന്ന് വീഡിയോ എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് ടച്ച് ഫോൺ ഒന്നും ഇല്ലല്ലോ, സാധാ ഫോണല്ലേ, കുത്തി വിളിക്കാൻ ഫോണേ ഉള്ളൂ, ടച്ച് ഫോൺ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തന്നെ അപ്പൊ തന്നെ. അല്ല അത് വീഡിയോ ഞാൻ പറയാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കിട്ടിയ ഒരു അനുഭവം നമ്മൾ ആൾക്കാരോട് പറയുന്നു, അത്രേ ഉള്ളൂ ഇത് സംഭവം. പക്ഷെ അപ്പൊ അന്നാന്ന് തോന്നുന്നല്ലേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് അത് മുതലാൻ തുടങ്ങുമായിരുന്നു. അത് മുതല് തുടങ്ങായിരുന്നു. രതീഷേട്ടൻ അത് കണ്ടപ്പോ വിഷമായോ? ഇങ്ങനെ അയ്യോ ജീവിതത്തിൽ ആദ്യം ഒരു സംഭവം ഇങ്ങനെ ഒരാൾ, അതും കട്ടപ്പന അങ്ങനെ സ്ഥലത്തിന്നാണ് അവര് വന്നേക്കുന്നത്. അവര് എത്ര കിലോമീറ്റർ ഓടി അവിടെ വന്നേക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് വേണ്ടിയാണ്. അതെ അതെ. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ അത് നുണയാണെന്ന് പറയുമ്പോ അല്ലേ, നിങ്ങക്ക് കുറച്ച് സമയം എടുത്തോ അതിന്നൊന്ന് മാറാൻ വേണ്ടിട്ട്? ആദ്യം എനിക്ക് ഇതെന്താന്ന് അറിയില്ലല്ലോ, ഇങ്ങനെ കമന്റ്സ് വലുത് വരുമെന്നുള്ള ചിന്താഗതി എനിക്കില്ല. അപ്പൊ എന്റെ വിദ്യേച്ചി കേട്ടോ പറഞ്ഞത്, സ്റ്റാൻഡപ്പ് വിദ്യേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നേ, നീ എന്റെ സ്റ്റാൻഡപ്പിന്റെ അടിയിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിയ കമന്റ്സ്, എന്തിനാ അവര് അങ്ങനെ പറയുന്നത് പോലും നമുക്ക് ചിന്തിച്ചു പോകും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാറുണ്ട്, നീ കമന്റ്സ് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ നീ എന്റെ മാത്രമല്ല, നീ എല്ലാവരും നമ്മൾ ഒരു ചിരിയുള്ള പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസിന്റെ അടിച്ച് നോക്ക്. എല്ലാവരും എന്റെ വീഡിയോയുടെ താഴെ ഉണ്ടോ? അത് അങ്ങനെയാണ്, നീ അങ്ങനെയാണ് മോട്ടിവേഷൻ തന്നെ. അത് അങ്ങനെ ഒരാള് നല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോ ഇറ്റ്സ് ഓക്കെ, അത് പോട്ടെ, അത് കുഴപ്പമില്ല, ഇത് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്ക് തന്നെ അല്ലേ അങ്ങനെ അവരൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം അപ്പൊ തന്നെ വിദ്യാഭ്യാസം മെയിൻ. പിന്നെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത സാധനമാണ്. എനിക്ക് ആദ്യമായിട്ട് സ്റ്റാൻഡപ്പ് സ്കിറ്റിലോട്ട് മാറി. സ്കിറ്റിലോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ബമ്പറാ ഫസ്റ്റ് ശ്രീത്തിന്റെ കൂടെ കളിച്ചിട്ട് കിട്ടണത്. അപ്പൊ എല്ലാരും പുറത്തുനിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഓരോ മക്കളകത്ത് കയറുമ്പോഴത്തേക്കും എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും, ഓരോരുത്തരും പുറത്തുണ്ട്. ഞാൻ കയറിയപ്പോ മാത്രം ആരുമില്ല എനിക്ക്. ജോലിക്ക് പോയല്ലേ. അപ്പൊ ഒരു അമ്മ എന്ന് പറഞ്ഞ സാധനം, എനിക്ക് ഓരോ അമ്മയോട് ഭയങ്കര ഫീലിംഗ് ഉള്ള ആളാണ്. അമ്മ മരിച്ചു പോയ. അപ്പൊ ആ അമ്മ പോയപ്പോ എനിക്ക് ഒത്തിരി രോഗം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്. അപ്പൊ ആ ബമ്പർ അടിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴാണേലും ചേർത്ത് പിടിക്കാൻ എനിക്ക് ആരുമില്ല. അങ്ങനെ ആരും ഇല്ലാത്തൊരു ഫീൽ വന്നപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടായിരുന്നു വരുന്നത്. കാരണം ഞാൻ സ്കിറ്റ് കളിക്കാത്ത ഒരാളെ സ്കിറ്റ് കളിച്ച് വിജയിക്കുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ലായിരുന്നു. അത് വീട്ടിൽ പോയപ്പോൾ ഞാൻ ഭയങ്കര ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ വിദ്യേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പറ്റി, ബമ്പർ അടിച്ചാ? ഞാൻ പറയാം ബമ്പർ അടിച്ച് ചേച്ചി അടിപൊളിയായിരുന്നു പറഞ്ഞപ്പോൾ. പിന്നെ എനിക്ക് സൗണ്ടിൽ വ്യത്യാസം, എന്റെ സൗണ്ട് പോലും അറിയാ വിദ്യേച്ചിക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്കൊരു ബന്ധമാണല്ലേ ഞങ്ങള്. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞു, എനിക്ക് ആരുമില്ല വിദ്യേച്ചി, എനിക്കൊരു അമ്മ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം വിഷുവാ. അപ്പോൾ വിദ്യേച്ചിയുടെ അമ്മ എന്നെ വോയിസ് ഇട്ടിട്ട് പറഞ്ഞ്, എൻ്റെ വിദ്യ എങ്ങനെയാണോ അതുപോലെയാണ് സുധിമോൾ എനിക്ക്, നീ വിഷമിക്കരുത്, അതുകൊണ്ട് എൻ്റെ വിദ്യമോൾ എൻ്റെ മോളപ്പുറാണ്, നിന്നെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ മോള് തന്നെയാണ് നീ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കും എൻ്റെ മക്കൾക്കും ചേട്ടായിക്കും എല്ലാവർക്കും വിഷുക്കൈന്ന് കിട്ടിയിട്ട് അല്ല അമ്മ മക്കൾക്ക് തരുന്ന വീതമാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും വിദ്യേച്ചിയുടെ ഫാമിലി മൊത്തം എൻ്റെ മകൾക്കെന്നും പറഞ്ഞാൽ അവർ വിഷ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പരിപാടിയിൽ കുറെ ബന്ധങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട് അല്ലേ? നല്ല നല്ല കുറച്ച് ബന്ധങ്ങൾ. പിന്നെ ആ സ്കിറ്റില് ജഡ്ജസ് പറയുന്നുണ്ടായിരുന്നു സ്റ്റാൻഡപ്പ് കോമഡിനേക്കാളും കുറച്ചുകൂടി നല്ലത് സുധിമോൾക്ക് ഇതായിരിക്കും കൂടി പറയുന്നുണ്ടായിരുന്നു അല്ലേ? അത് നല്ല എപ്പിസോഡായിരുന്നു, ആ സ്കിറ്റും നല്ലതായിരുന്നു. ഞാൻ അത് രഞ്ജി സാർ തന്നെയാണ് അത് പറഞ്ഞത്, സുധിമോളെ നിനക്ക് സിനിമയിലോട്ടൊക്കെ കിട്ടണമെങ്കിൽ സ്കിറ്റ് കളിക്കണം, സ്റ്റാൻഡപ്പിന് അധികം ഇതുണ്ടാകത്തില്ല, സ്കിറ്റിലോട്ട് മാറാൻ സാറ് പറഞ്ഞിട്ട് മാറിയത്. അങ്ങനെ മാറിയതാണ്. ഇപ്പൊ ജഡ്ജസിന്റെ കാര്യം പറയുമ്പോ മഞ്ജു ചേച്ചി എനിക്ക് സുധി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുമ്പോ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ മഞ്ജു ചേച്ചി ഒരു അനീതിയുടെ അടുത്ത് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും സുധി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാണ്? അത് ഭയങ്കര ഇതാ. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവരെ
ആദ്യത്തെ സ്കിറ്റിൽ തന്നെ ചേച്ചി എന്നെ ഒത്തിരി ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു സ്നേഹം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതിനാണ് നമ്മളവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അടുത്ത് പോയി സംസാരിക്കാൻ പറ്റത്തില്ല, സ്കിറ്റ് കളിക്കുന്ന ആയതുകൊണ്ട് പറ്റത്തില്ല. എന്തായാലും പുള്ളിക്കാരി അവിടെ കുഞ്ഞോളെ എപ്പോ വന്നടി എന്നൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ സുഖമില്ലായിരുന്നപ്പോഴൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു എന്നോട് ചോദിക്കും. അതെന്താ എന്തോ ഞാൻ അവിടെ ചെന്നാലും എന്റെ സ്റ്റാൻഡപ്പ് ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. മഞ്ചേച്ചി എന്റെ പൊന്നു മഞ്ചേച്ചി, എന്റെ പൊന്നു മഞ്ചേച്ചി, അങ്ങനെ ഞാൻ പറയും. എനിക്കത് മറ്റുള്ള അപ്പുറം അവരെ വിളിക്കണം എന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ സ്കിറ്റിൽ ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡപ്പിൽ. അപ്പൊ കുറച്ച് സങ്കടം സീനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇതിലും മഞ്ചേച്ചി പറയാറുണ്ട്, ഞാനിവിടെ ഷൂട്ടിന് പോയാല് എവിടെ ചെന്നാലും ഒരു ചിരി പറഞ്ഞൊരു കൊച്ചില്ലേ, എന്റെ പൊന്നു മഞ്ചി ചേച്ചി, എന്റെ പൊന്നു മഞ്ചി ചേച്ചി വിളിക്കുന്നത് ആ കൊച്ചില്ലേ, അത് ഉണ്ടാവുന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് മഞ്ചേച്ചിന്റെ അടുത്ത് പറയാറുണ്ട്. ഈ മഞ്ചേച്ചിയുടെ ജീവനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മഞ്ജു ചേച്ചി ശ്രീ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, അത്ര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറഞ്ഞു, ഫ്ലോർ ചെയ്യുന്നപ്പോ പറഞ്ഞു, നസീർക്കയും മഞ്ചേച്ചി കൂടെ എനിക്ക് പെര വെച്ച് തരാന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫിലോക്കലി ഫൗണ്ടേഷൻ പെര വെച്ച് തരാന്ന് പറഞ്ഞതല്ലേ. അപ്പൊ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം സ്കിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെ ഒരു പ്ലാൻ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വീടെന്ന് പറയുന്നത് നമ്മുടെ എത്ര കൊല്ലത്തെ സ്വപ്നമാണല്ലേ. അതല്ലേ സംബന്ധിച്ചോളം ഞങ്ങളുടെ വലിയൊരു നേട്ടം. എന്റെ പേരിൽ ഇതുവരെ അങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ല, ആയിരിക്കും ഇവക്കൂല്ല എനിക്കൂല്ല, രണ്ടുപേർക്കും സ്ഥലമില്ല. അപ്പൊ പിന്നെ ഉള്ള സ്ഥലം ഒരു തരിയവില്ല, പിന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് പിടിക്കണില്ല എന്നോർത്ത് അങ്ങനെയാണ്. പിന്നെ ഈ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ സഹായിക്കാണ്ട് ഒത്തിരി പുറത്തുനിന്നൊക്കെ ഒത്തിരി. എന്റെ ഈ ഐഫോണൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണല്ലേ. ഡ്രസ്സുകള്, മാലകള്, വളകള്, ഇന്ന് വേണം നമുക്കൊരു വീട്ടിൽ എന്തൊക്കെ വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കുന്നു. വീട് മൊത്തം ഗിഫ്റ്റ്. ഞാനത് എന്തെങ്കിലും ഒരു ഇല്ലാന്നുള്ള സാധനം കണ്ട അപ്പൊ തന്നെ ഗിഫ്റ്റ് വരും. കഴിഞ്ഞ ദിവസം സുധിമോ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാത്തത് കമന്റ് വന്നു. ഞാൻ വേണ്ട ചപ്പാത്തിപ്പുറയുടെ കമ്പ് പോയെന്ന് പറഞ്ഞു. സാധനം നമുക്ക് എന്താ ജനങ്ങൾ എന്റെ ഒത്തിരി സ്നേഹിക്കുന്നത്. ഇതാണ് കറക്റ്റ്. ഇതാണ് കഴിവുള്ളവരെ സമൂഹം അംഗീകരിക്കുന്നു പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് ഇവരെ മനസ്സിലായിട്ടില്ല. കാരണം ഒത്തിരി സംസാരിക്കുന്ന ഒരു കഴിവല്ലാതെ എനിക്ക് വലിയ കഴിവൊന്നും ഉണ്ടാകാത്ത. ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള സങ്കടം അടക്കി പിടിച്ച് മറ്റുള്ളവരോട് പുറമെ ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ആർക്കും പറ്റുന്ന കഴിവല്ല. അത് ചേച്ചിക്കുണ്ട്. പിന്നെ ചേച്ചി കാരണം കൊണ്ട് കാണുന്നവര് സന്തോഷിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ചേച്ചി ഇപ്പൊ അത് പറയുന്നത് ചേച്ചിക്ക് വലിയ കാര്യമായിട്ട് ചേച്ചിക്ക് തോന്നില്ല. പക്ഷെ ചേച്ചിയുടെ ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കണ്ട് ചിരിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. അങ്ങനെയുള്ളവരാണ്. അതാണ് കഴിവ്. ഇപ്പൊ ചേച്ചീനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഒരു ചിരി ഇരുചിരി ബബച്ചിരി പോലെ യൂട്യൂബ് ചാനലും ഉണ്ട് നമുക്കല്ലേ. യൂട്യൂബ് ചാനലിലാണ് ചേച്ചിയുടെ ഫുൾ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാൻ എപ്പോഴാ തുടങ്ങിയത്? ഇത് ഭയങ്കര കോമഡി ഇതൊക്കെ പറഞ്ഞ കോമഡിയാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയത്തില്ല. കാരണം ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചത്. എനിക്കറിയില്ല, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയില്ല. അപ്പൊ എനിക്ക് മലയാള മനോരമയുടെ ഓരോ എപ്പിസോഡും കൊണ്ട് യൂട്യൂബ് ചാനലിലും അവിടെ കിടുവല്ലോ അവര് എന്റെ ഓരോ എപ്പിസോഡുകളൊക്കെ. അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ പറയും, സുധിമോള് യൂട്യൂബ് ചാനൽ തുടങ്ങും, ഞങ്ങൾ എല്ലാവരും സുധിമോളെ സപ്പോർട്ട് ചെയ്യാം, അതിൽ നിന്നൊരു വരുമാനം കിട്ടിയ സുധിമോക്ക് രക്ഷപ്പെടാലോ, വീട് വാങ്ങാലോ, സ്ഥലം വാങ്ങാലോ എന്നൊക്കെ പറയും. കാരണം ഇതെങ്ങനെ തുടങ്ങേണ്ടത്, ഇത് എവിടെ കൊണ്ടാ തുടങ്ങണം എന്നൊന്നും അറിയില്ലാത്തത് ഞാൻ പിന്നെ പിടിക്കാൻ പോയില്ല. അത് പിന്നെ റിസ്ക് ആണെന്ന് അറിയാൻ പറ്റത്തില്ല, ഞാൻ പിടിച്ചില്ല. അങ്ങനെ കുറെ അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ മനസ്സിലിങ്ങനെ തോന്നി ഒരു ദിവസം, ഒന്ന് തുടങ്ങി നോക്കിയാൽ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒന്ന് തുടങ്ങി നോക്കാം, ചിലപ്പോൾ നമ്മുടെ തലവര ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നതാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ ആപ്പ് എടുത്ത് വീഡിയോ ഇടാൻ തുടങ്ങി. വീഡിയോയുടെ സാധനം കയറുന്നുണ്ട്, റീച്ച് ആകുന്നുണ്ട്. കാരണം എനിക്കറിയില്ല, ശരിക്കും പറഞ്ഞാൽ വലിയ ഇതായിട്ട് വേണ്ടിയല്ല എടുത്തത്. വന്ന് എല്ലാരും പറഞ്ഞപ്പോൾ എടുത്ത് ഞങ്ങള് വീട്ടിലെ സംഭവമൊക്കെയാണ് ഞങ്ങള് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അത് വീഡിയോ ഇടും, മില്ലിലൊക്കെ പോകണ്ട വീഡിയോ ഫസ്റ്റ് ഭയങ്കര മില്ലിലൊക്കെ കയറും. ഇത് എനിക്കറിയാവോ, ഇത് മോണിറ്റൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്നത് അതല്ലേ, വരും. അത് വരുമ്പോ അത് എഴുതി കൊടുത്താൽ ആ പൈസ കിട്ടുള്ളൂ എനിക്കറിയില്ലല്ലോ. ഇത് കേറുന്നോണ്ട് വരുന്നോണ്ട് വാച്ചവർ എന്തൊക്കെയോ കേറുന്നുണ്ട്, ഇത് എനിക്ക് ചെയ്യാറിയില്ല, എനിക്കും അറിയില്ല. അപ്പൊ എന്റെ യൂട്യൂബുകാരെന്നെ വിളിക്കും, എന്റെ പറഞ്ഞ അടി വെച്ചാ നിന്റെ വീഡിയോ കൊള്ളാൻ കേട്ടോ, ഞങ്ങൾ കാശ് തരാൻ നിനക്ക്, യൂട്യൂബുകാർ എന്നെ വിളിക്കുമെന്നാണ് എന്റെ ധാരണ.
അതും പറഞ്ഞ് ഞാനിവിടെ ഇരിക്കും ഇപ്പൊ കിട്ടും പറഞ്ഞു. അത് ഞാൻ എല്ലാ ദിവസവും വീഡിയോ കയറുന്ന ദിവസം ഞാൻ ചോദിക്കും അല്ലേട്ടാ അവരെന്താ വിളിക്കാത്ത? അപ്പൊ എന്നോട് ചോദിച്ചു നിനക്കറിയാവോ ഇനി വിളിക്കുന്ന തന്നെ ആണോ സംഭവം? ഞാൻ പിന്നെ എനിക്കറിയാം വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് പറ്റാനില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ചേട്ടാ കൂട്ടുകാരന്റെ കൊച്ചിന്റെ 28 എന്നപ്പോഴാണ് ഇച്ചാനി അതാണ് ഒരു വീഡിയോയിൽ ആ ചേച്ചിനെ കാണിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് ഇൻകം ചേച്ചി പറഞ്ഞ ആ വീഡിയോയിൽ അല്ലേ? കാരണം അത് ബാക്കിയെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് വേറെ ഒന്നും ഈ മോണിറ്റൈസിംഗ് ആണ് എന്റെ പ്രശ്നമായിട്ട് വായിക്കാൻ പറ്റും. ഇംഗ്ലീഷിലല്ലേ എഴുതി കൊടുക്കേണ്ടത്. ഇത് എനിക്കറിയില്ല പറഞ്ഞു തന്നില്ല. ഞാൻ വാച്ചോറ് കയറി മോണിറ്റൈസിംഗ് വരുന്ന സമയത്ത് ഒരു ജിരിയില് ഷൂട്ട് ഉണ്ടാകത്തില്ല. അത് ഇത്ര മണിക്കൂറിനുണ്ടല്ലോ. അതിനിപ്പുറം പോകും. അതിനിപ്പുറം ചെയ്യണം. അവിടെ ഷൂട്ട് വരുമ്പോ ഇത് ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ എനിക്ക് കാർത്തി സൂര്യനെ കൊണ്ടൊക്കെ ചെയ്യിക്കായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന. ഇപ്പോഴും കാർത്തി സൂര്യയുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, കൊച്ചെന്നെ സഹായിക്കാറുണ്ട്. നാരായണൻകുട്ടി എന്ന് പറയുന്നത് എല്ലാം സഹായിക്കാറുണ്ട്. അപ്പൊ അവരെ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് എന്നോട് ചേച്ചിക്ക് വരുമാനമൊക്കെ വരാൻ തുടങ്ങി. ഞാൻ വരുമാനം ഒന്നും വന്നില്ല ഇതുവരെ, എന്നെ അവര് വിളിച്ചില്ലെന്ന് പറഞ്ഞു. ആര് വിളിച്ചില്ല? ഞാൻ യൂട്യൂബിൽ വിളിക്കണ്ടേ? അപ്പം പറഞ്ഞില്ല അവര് വിളിക്കൂല ചേച്ചിയുടെ ഫോണിൽ ഇങ്ങനെ ഒരു സാധനം വരും അതിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഞാനപ്പം ചിന്തിച്ചു ഒരു ചിരിച്ചിരുമ്പോ ശരിയാക്കാം എന്ന് ചിന്തിച്ചു. അപ്പൊ അവരെന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞ് ചേച്ചി ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾക്ക് വേറെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എഴുതാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, ഞാൻ വിളിച്ചില്ല. അപ്പൊ എന്റെ ധാരണ മനസ്സിൽ കിടക്കുന്നത് ഒരു ചിരി പോയിട്ട് കാർത്തികിനെ കൊണ്ട് ശരിയാക്കാം അന്ന് മനസ്സിൽ കിട്ടപ്പോ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് പിന്നെയും വിളിച്ചു, ചേച്ചി ഞങ്ങൾ ഫ്രീ ആണ് വരുവാണെങ്കിൽ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടാ പറഞ്ഞു എന്നാ വാടി നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവരാണ് എല്ലാം കയറി ശരിയായി കിടക്കുമായിരുന്നു. അവരെല്ലാം ഇംഗ്ലീഷ് എഴുതി ജസ്റ്റ് ഒന്ന് അതങ്ങ് വിട്ടാ മതിയായിരുന്നു അല്ലേ? അന്ന് ഇപ്പൊ ചേച്ചി പറഞ്ഞായിരുന്നു 15 to 20 ആണ് എന്നുള്ളത്. ഇപ്പോഴത്തെ വരുമാനം പറയാൻ പറ്റുമോ? വരുമാനം പ്രശ്നമാണോ പറയാനായിട്ട്? എന്നാ പറയണ്ട, ആനന്ദിക്കില്ല. ആൾക്കാരുടെ പൊങ്കാറ ഇടും ആണല്ലേ? അത്രയ്ക്കും ഭയങ്കര ലക്ഷങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് 50,000-55,000 രൂപ കിട്ടുന്നുണ്ട്. മതിയല്ലോ, നമ്മൾ വിചാരിക്കാതെ കിട്ടിയ ഒരു ഇൻകം അല്ലേ അതല്ലേ? അതെന്തായാലും കിട്ടി. ഇപ്പൊ കാണിക്കാതെ കേട്ടോ ടിവിയില് പ്രശ്നമാണ്. അത് കാണിക്കണ്ട. അപ്പൊ എന്നോട് പറഞ്ഞതായിട്ട് വെച്ചാൽ മതി, കുഴപ്പമില്ല. കാരണം അത് ഭയങ്കര പ്രശ്നം, അതുകൊണ്ടാ. ഇല്ല നമ്മളത് പ്രശ്നമായിരിക്കും. ഇല്ല നമ്മളത് കാണിക്കില്ല, നമ്മളത് കാണിക്കില്ല. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ യൂട്യൂബ് ഇൻകം അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് വീടായിരുന്നു. അതിപ്പോ നമ്മൾ സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട്. അതല്ലാതെ ഞാൻ ചോദിക്കാം, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇനി എന്തായിരിക്കും? നമ്മളെ വീട് തന്നെയാണ്. വീട് തന്നെയാണല്ലേ? ഇല്ല, അതാണ് പിള്ളേരുടെ വിദ്യാഭ്യാസം, പിള്ളേരുടെ ചേച്ചി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിച്ച പോലെ എന്റെ കുട്ടികൾ ജീവിക്കരുത്. അതാണ് എന്റെ ആഗ്രഹം. അവരടിപൊളിയായിട്ട് അവര് പഠിക്കണം, അവരെ കെട്ടിച്ചു വിടണം, എനിക്ക് കിട്ടാത്തതൊക്കെ അവർക്ക് കൊടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. അതെ, നമ്മള് കഷ്ടപ്പെട്ട രീതിക്ക് അവരൊരിക്കലും ഒരിക്കലും പാടില്ല. ഞാനും കഷ്ടപ്പെട്ട ഏരിയ കൂടി പോലും അവര് പോകാൻ പാടില്ല. അത് എന്റെ വലിയ ആഗ്രഹമാണ്. അങ്ങനെ പോകാൻ പാടില്ല അവര്. അതെ, കഷ്ടപ്പെട്ട് ഞാൻ ഒരു നിലക്ക് എത്തിക്കും. അവര് ഓൾറെഡി മലയാളം മീഡിയത്തിൽ പഠിച്ചോണ്ട് വിദ്യാഭ്യാസം ഇച്ചിരി പാടാണ്. എങ്കിലും അല്ലാത്ത രീതിയിൽ എങ്ങനെയാണെങ്കിലും ഞാൻ അവരെ എത്തിക്കും. ചേച്ചി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചു വാവ സ്റ്റാൻഡപ്പ് കോമഡിക്ക് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നല്ലേ? അവരെ എല്ലാരും 3 പേരെ നമ്മൾ സെറ്റാക്കും. 3 പേര് നമ്മൾ സെറ്റാക്കും. അത് അതെ, ആഗ്രഹം തന്നെയാണത്. അതെ, ഇവ എന്നെ തള്ളിക്കളഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അതെ, അവരുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിക്കണം എന്റെ മക്കളെയും. പ്രത്യേകിച്ച് ചേട്ടാനെ എന്നെ കെട്ടേണ്ടി പോയി ഒത്തിരി ജീവിതത്തിൽ കഷ്ടപ്പെട്ട മനുഷ്യനാണ് ഇയാളെ. വീട്ടുകാരുടെ മുന്നിലാണേലും എന്ത് കാരണത്തിലാണ് ചേട്ടായി താന്നു പോയിട്ടുണ്ട് എന്നെ കെട്ടിയതിന്റെ പേരിൽ. അതെനിക്കറിയാം. ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല, അവർക്ക് ഇനി ഫീൽ ആവണ്ട. കഴിഞ്ഞ് ഞാൻ ഇവർക്കൊക്കെ അനുഭവിച്ചു. കുത്തി പറഞ്ഞ കാര്യമില്ല. പക്ഷെ ചേച്ചി കാരണമാണ് ഇപ്പം രതീഷ് ചേട്ടൻ ഏറ്റവും അഭിമാനമായിട്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിൽ കൂടുതൽ എന്ത് വേണം? ഇതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മൾ അവരുടെ മുമ്പിലൊക്കെ ചേട്ടനാണ് ഇപ്പൊ ഏറ്റവും വലിയ നിലയിൽ. നമ്മൾ ടിവിയിൽ വരുന്നു. ചേട്ടാടുത്ത് പറഞ്ഞു, ഒരു സെന്റ് ഭൂമി പോലും നിനക്ക് തരത്തില്ല ഇവിടുന്ന്. നീ എന്ന് ഇവിടെ വിളിച്ചോണ്ട് വന്ന അന്ന് നീ തീർന്നു. അത് നാണമില്ലാതെ ഇങ്ങനെ ഇവിടെ കിടക്കുവാന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞ ആ സ്ഥാനത്ത് അവരാട്ടി ഇറക്കിയ അടുത്തുനിന്ന് എന്റെ ഏട്ടായാലും ഞങ്ങള് സ്വന്തമായിട്ട് വീട് വെച്ച് അവിടെ കിടക്കണം എന്ന് എന്റെ ആഗ്രഹമാണ്. അതിനോട് ഞാൻ എത്ര അറ്റം വേണമെങ്കിലും പോവും. നമ്മൾ പോയിരിക്കും. അതാണ്. ഇപ്പം ചേച്ചിക്ക് ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നില്ലായിരുന്നു? അതെന്തായിരുന്നു? അത് വീണതായിരുന്നു. വീണിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് എളിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് വീണതാ. വീണപ്പോഴത്തേക്ക് ഈ കുടം വെള്ളം വന്ന് എളിയിലോട്ട് വീണ്. അപ്പൊ ഡിസ്ക് പൊട്ടിട്ട് അകന്നുപോയി. അതായിരുന്നു. അപ്പൊ തളർന്നു പോകാന്നല്ല,
കാലനക്കുമ്പോ എനിക്ക് വേദനയായിരുന്നു, അനക്കാൻ പാടില്ല. അത് ആൾക്കാർ വേറെ എന്തോ ഇതിലാക്കിയായിരുന്നു, അത് തളർന്നു പോകുന്നു. ഞാൻ പറഞ്ഞു തളർന്നു പോയത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് എന്തായിരുന്നു. അത് തളർന്നു പോയതല്ല, ഡിസ്ക് പൊട്ടി അകർന്നപ്പോ എനിക്ക് ആ വിരല് പോലും ഇങ്ങനെ ഒന്ന് ചലിപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര വേദന, അനക്കുമ്പോ വേദന, അങ്ങനെ ആയിപ്പോയത്. ഓ അങ്ങനെ ആയതാണല്ലേ. കട്ടിലേ തന്നെയായിരുന്നു. അതല്ല, ഞങ്ങളത് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടിയ സമയത്താണ് പെട്ടെന്ന് വരും. അത് നമ്മള് ഒത്തിരി വിജയത്തിലേക്ക് പോകുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ വരും, പക്ഷെ പിന്നെ നമ്മളത് അതിജീവിച്ചല്ലോ, അതല്ലേ. നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് നമുക്കൊരു കുട്ടി സെഗ്മെന്റ്, ഒരു നമ്മുടെ ഫൺ സെഗ്മെന്റ് ആണ്. നിങ്ങൾ രണ്ടുപേരോട് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും, ഒരു 5 ചോദ്യം. നിങ്ങൾ രണ്ടുപേരുടെയും, നിങ്ങൾ കപ്പിൾസ് ആണല്ലോ, കപ്പിൾസ് എന്ത് വേണമെങ്കിലും ചോദിച്ചു, ഫുൾ പകർന്നല്ലേ. അപ്പൊ ആദ്യം തന്നെ ഒരു ചോദ്യം, സത്യം പറയണം കേട്ടോ. പക്ഷെ സത്യം പറയണേ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കാര്യം. ആദ്യം രതീഷേട്ടൻ ഞാൻ തുടങ്ങാം. സുജേച്ചിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? വർത്താനമുണ്ട്, 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. പറഞ്ഞോ. ഭക്ഷണം ഉണ്ടാക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളി നല്ല കുക്കാണോ? അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരും. ഏറ്റവും ഇഷ്ടം ഏത് ഫുഡ് ഉണ്ടാക്കുന്നയാ സുജേച്ചി? ഇപ്പൊ കുറച്ചു നാളായിട്ട് കപ്പ ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെമ്മിന് ഞാൻ ഉണ്ടാക്കണ കൂടുതലും ഇഷ്ടം, നമുക്ക് ഇഷ്ടം. അത് എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ മേടിച്ചു. ആദ്യമൊന്നും വെക്കാൻ അറിയാൻ പറഞ്ഞു, ഇപ്പൊ അത് അടിപൊളിയായിട്ട് വെച്ച് തരും. നമ്മുടെ ആ ഒരു ഇഷ്ടത്തിന് പോലെ തന്നെ വെച്ച് തരും. പിന്നെ ഇഷ്ടമില്ലാത്തത് ചില സമയത്ത് വിളിച്ചാ മിണ്ടിയല്ല, നമ്മൾ എത്ര വിളിച്ചാലും ഇല്ലേ പുള്ളി കേൾക്കുന്നുണ്ടല്ല. വഴക്കൂടി ഇരിക്കണോ, പിണങ്ങിയിരിക്കണോണ്ടാണോ? ഇല്ല, ഞാൻ വിളിച്ച ചില മൈൻഡിയല്ല, ഇങ്ങനെ ഇരുന്നുകളെ. അപ്പൊ എനിക്ക് അരിശം കയറും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നുണ്ട്. അന്നേരം ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണ് ആ എന്നാ കാര്യം. ഈ മഷൻ ഇതിൽ ഇങ്ങനെ വീഡിയോ എടുത്തു തരും. ഈ മഷൻ അത്രേ ഉള്ളൂ. ബാക്കി ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് അറിയാമായിട്ട് തമ്പുലേനെ ഒപ്പിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇടുമ്പോഴത്തേക്ക് അവിടെ ഇത് കുണുകുണുന്ന് കഥ പറയുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അപ്പഴേ മിണ്ടത്തില്ല. അതുകൊണ്ടാണ്, അല്ലാതെ പിണങ്ങിയിരിക്കുന്നല്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് അങ്ങനെ, പക്ഷെ ചില സമയത്ത് ചേച്ചി പിണങ്ങി എന്നാലും ചേട്ടൻ മനസ്സിലാവാറുണ്ട് അത് പിണങ്ങിയിരിക്കുന്നതാണെന്നുള്ളത്, മനസ്സിലാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടല്ല, അതാണ് ഇഷ്ടമില്ലാത്തൊരു കാര്യം അല്ലെ. സുധി ചേച്ചിക്കോ? രതീഷന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഏറ്റവും ഇഷ്ടമുള്ള സാധനം നമ്മൾ കെയർ ചെയ്യുന്ന ഒരു സാധനം, സ്നേഹം. ഭയങ്കരമായിട്ട് ഓവറായതിന്റെ ആണ് ഇപ്പൊ പറഞ്ഞ മിണ്ടുന്നില്ലെന്ന്. അത് പെട്ടെന്ന് വിഷമം വരും. ഭയങ്കരമായിട്ട് സ്നേഹിക്കും ഞങ്ങളെ. ഇപ്പൊ ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും എല്ലാ ആഴ്ചയും 100 രൂപ 50 രൂപ കൂട്ടി വെച്ചിട്ട് ഞങ്ങളെ വർഷത്തിലൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കറക്കും. അങ്ങനൊക്കെ ചെയ്യുമായിരുന്നു, ഇല്ലായ്മയെ പോലും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്വഭാവം. പിന്നെ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്ന് ചോദിച്ചാൽ ഈ അമ്മായിമ്മമാര് തോറ്റു പോകുന്ന കുറ്റം പറഞ്ഞു നടക്കും നമ്മുടെ പുറകെ. അതാണ് അവിടെ പൊടിയിരിക്കുന്നത്, അവിടെ നടിച്ചു പറഞ്ഞ്. അപ്പൊ ആ നമുക്ക് നടുവുണ്ടോ നടുവില്ല, നമ്മളെ അസുഖം അല്ല അവിടുത്തെ പ്രശ്നം, അവിടെ ക്ലീൻ ആകണം. ഇങ്ങനെ അല്ലെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. അതവിടെ സ്നേഹത്തോടെ ഇടിമണ്ണ പൊടിയെ കൂത്തുകളെ തന്നെയാ കിടക്കുന്നത്. അതൊക്കെ വെറുതെ ആ ഫോണും കൊണ്ട് ഇരിക്കുകയോ കുത്തി നേരം മുളക്കും മുതൽ. ടോണാണ് പ്രശ്നം. കുറച്ച് മയത്തില് എന്റെ പെണ്ണേന്നല്ലേ വിളിക്കുന്നത്. സ്നേഹിച്ചിട്ട് അവസാനം കൂടെ കലവടത്തിട്ട് വല്ല കാര്യമുണ്ടോ? പെണ്ണെ അതൊന്നും തൂത്തുകാന്ന് പറഞ്ഞാൽ തൂത്തുകളാ, അത്രേ ഉള്ളൂ, അത്രയും മതി. അങ്ങനെ ചെയ്യണ്ട, നേരം വെളുത്ത പോലെ ഇതും കൊണ്ട് ഞാൻ പറയാറില്ല, ഞാൻ അങ്ങനെ തൂക്ക് കൊടുത്തു. അല്ലാതെ കണ്ടോ രതീഷായിട്ട് മാറിയതുകൊണ്ട്. പറഞ്ഞാ മതി, സ്നേഹത്തോടെ പറഞ്ഞാ മതി. സുചേച്ചിക്ക് സ്നേഹത്തോടെ പറയണം. പുള്ളി വേറെ ടൂണായിട്ടാ ചിന്തിക്കുന്നത്. ഒരാളെ നമുക്ക് മനോരമ പ്രോഗ്രാം ചെയ്യാനുള്ള സ്റ്റാൻഡപ്പ് സെറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് വീട്ടിൽ യൂട്യൂബ് ചാനൽ ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും കുനുകുനും ഒക്കെ വീട്ടിലെ കാര്യം നോക്കണം. അതോ ഇങ്ങനെ മക്കളെ നോക്കണം, ഇങ്ങനെ നോക്കണം. മക്കളെ അത്ര പാടില്ല. അപ്പൊ എല്ലാം നടക്കത്തില്ല. നമുക്ക് മെന്റലി നമുക്ക് ആവശ്യം വരുന്നത്, ദേഷ്യം വരുന്നത്. വേറെ ഇഷ്ടക്കുറവൊന്നുമില്ല. ഇഷ്ടക്കുറവ് ഇഷ്ടമുള്ള രണ്ടുപേർക്കും മനസ്സിലായില്ലല്ലോ. ഇന്ന് രാത്രി പോകുമ്പോ പറഞ്ഞാൽ മതി. ഇനി എന്തായാലും രതീഷായിട്ട് സ്നേഹത്തോടെ പറയും. നെക്സ്റ്റ്, സ്നേഹം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വിളിക്കുന്നത്? ഞാൻ ചേട്ടായെന്ന് വിളിക്കും. ദേഷ്യം വരുമ്പോ എന്റെ പൊന്നു മോശനെ രതീഷേട്ടനോ? ഞാൻ എന്താടിയെന്ന് ആ സമയത്തൊക്കെ ഇടിയെന്ന് വിളിക്കുള്ളൂ. ദേഷ്യം വരുമ്പോ മാത്രമേ ഇടിയെന്ന് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ പെണ്ണെന്ന് വിളിക്കും.
പെണ്ണെന്ന് വിളിക്കുന്നത് ഇഷ്ടം. പിന്നെ എടിയെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ പ്രത്യേക ചില സാഹചര്യങ്ങൾ വരുമ്പോ പിന്നെ എല്ലാരും ഈ ഇന്റർവ്യൂലൊക്കെ വന്നെന്ന് പറയും ഞങ്ങള് ഉത്തമയായ ഭാര്യയും ഭർത്താവാണ്, ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, നല്ല കുട്ടികളാണ്. ഞങ്ങൾ അങ്ങനെ കുട്ടികളൊന്നും അല്ല, അത്യാവശ്യം ഇടിയല്ല വാഗോണ്ടൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ ഇവിടെ പറയുമ്പോ ആൾക്കാരൊന്നും പറയില്ല. നിങ്ങൾ വാക്കുകൾ കൊണ്ടൊക്കെ ഏറ്റുമുട്ടാറുണ്ട്. ഏറ്റുമുട്ടാറുള്ളത് അത് കൈകൊണ്ടല്ലെന്നേ ഉള്ളൂ. കൈകൊണ്ട് അതാണ് ഏറ്റവും നല്ല കാര്യം. അത് കൈകൊണ്ടല്ലോ. എനിക്ക് പിടിച്ചാ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തലേം ചൊറിയും ഞാൻ മെയിൻ സാധനമാണ് ചേട്ടാ. തലയിലിങ്ങനെ പിടിച്ചാൽ എനിക്ക് അങ്ങനെ മുടി വലിച്ചു പ്രശ്നമായി വരികയാണെങ്കിൽ നേരെ വണ്ടി എടുത്തിട്ട് പൂക്കളെ എവിടേക്കെങ്കിലും ഒന്ന് പോയൊന്ന് റിലാക്സ് പോയൊരു 15 മിനിറ്റ് കഴിയുമ്പോ വിളി തുടങ്ങും. എവിടെ വന്നില്ലേ? അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ എല്ലാ ഭർത്താക്കന്മാരും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഭാര്യമാര് കുത്തിയതുകൊണ്ട് എവിടെയാണ് മനുഷ്യനെ നിങ്ങൾ വരുന്നില്ലേ ചോറ് തിന്നട്ടെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ചോറ് തന്നെ ഇറങ്ങൂല കേട്ടോ. ഇല്ല, അങ്ങനെ വൃത്തിയുടെ ശീലം ഞങ്ങൾക്ക് ഇല്ല. ഈ പുറത്തോട്ട് പോയി കഴിയുമ്പോ പെണ്ണ് വിശക്കുന്നുണ്ടാ തിന്നായിരിക്കും. ഞാൻ വെളുപ്പായിട്ട് വെള്ളം ഉണ്ടാക്കുന്നു. 4 മണിയാകുമ്പോ ചോറ് വെക്കും, കറി വെക്കും, ചായക്കൂടെ ഉണ്ടാകും, സർവ്വസാധനം ഉണ്ടാക്കും. ഭർത്താവ് വന്നിട്ട് പൂമുതുവഴക്കിലിരുന്ന് ചോറ് വന്ന ഒരാളൊന്നും അല്ല ഞാൻ. എനിക്ക് വിശദം ഞാൻ അടുത്ത് തിന്നും, വേണമെങ്കിൽ വന്നെടുത്ത് തിന്നോണം, അത്രേ ഉള്ളൂ. വിളമ്പി കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് വലിയ പക്വതയായ അതൊന്നുമില്ല. വന്ന കാലത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ നോക്കിയിരിക്കണ്ട, വിശക്കുമ്പോ തിന്നോണെന്ന്. പിന്നെ വിശക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിന്നും, ഞാൻ നോക്കിയിരുന്ന പരിപാടി ഒന്നുമില്ല. പിന്നെ കൂട്ടുകാരുടെ കൂടെ പോയാ 10 മണി കഴിയുമ്പോഴത്തേക്കും വന്നില്ലേ എന്നെ അവിടെ പരിപാടി ഞാൻ വിളിക്കത്തില്ല, വരുമ്പോ വരട്ടെ എപ്പോഴാന്ന് വെച്ചാൽ. കൂട്ടുകാരുടെ ഏറ്റവും ഫ്രീഡം ഉള്ളൊരു മനുഷ്യൻ അയാളെന്ന് എപ്പോഴും പറയും. ആണല്ലേ? ഇപ്പൊ ഇടക്കിടക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ പറഞ്ഞിട്ട് പറയുന്ന സ്ഥലത്ത് പോവാ. പോണേന്ന് പറയാം. പിന്നെ പെമ്പിളാരൊന്നും അല്ലല്ലോ, ആരും പീഡിപ്പിക്കത്തൊന്നുമില്ലല്ലോ, എപ്പോഴും വന്നോളും. പിന്നെ ടൈം കഴിഞ്ഞ് താമസിക്കണമെങ്കിൽ വിളിച്ചു പറയും, ഇച്ചിരി കൂടി താമസിക്കും, നീ കിടന്നോളാൻ പറയും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്താ? ഒരു വാക്ക് വീട്ടിൽ എപ്പോഴും മുഴങ്ങി കേട്ടോണ്ടിരിക്കുന്ന വാക്ക്, നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്ക് എന്താ? ചേട്ടാ പെണ്ണെ ഇത് തന്നെ ആയിരിക്കും. ഇവള് ചേട്ടായി, ഞാൻ പെണ്ണേന്ന് വിളിക്കുള്ളൂ. ഇതാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ സുണ്ടപ്പനല്ലേ നമ്മള്. സുണ്ടപ്പൻ ഇങ്ങോട്ട് കേറി, അങ്ങോട്ട് പോടി, ഇങ്ങോട്ട് പാടി, കാന്താരിയാണല്ലേ? ഭയങ്കര അടങ്ങാറാ. മറ്റൊരു തന്നെ സൈലന്റ് ആണെങ്കിൽ ഇത് ഭയങ്കര വൈലന്റ്. ഞാൻ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അത് ഭയങ്കര വൈലന്റ് ആണ്. അതെനിക്ക് എപ്പോഴും വിളിച്ചോണ്ടിരിക്കും സുണ്ടപ്പാ സുണ്ടപ്പാ. നമ്മൾ എടുത്തേക്കണ വീട് ഷവർ ഉണ്ട് വീട്ടില്, ഡെയിലി പുള്ളി ഇതിനകത്ത. 1 മണിക്കൂറിൽ ഇപ്പൊ ഉച്ച മുണ്ടാണ്ടിരിക്കണെങ്കിൽ നമ്മ അതിനകത്ത് നോക്കി അതിനകത്തുണ്ടാവും, ബാത്റൂമിലുണ്ടാവും. അവിടെ പോയി ഏറ്റവും കൂടുതൽ വാക്കല്ലേ? സുണ്ടപ്പെന്നൊരു വാക്കാ കൂടുതൽ. ഓക്കെ, ആർക്കാണ് കൂട്ടത്തിൽ ഏറ്റവും പിശുക്കുള്ളത്? അത് ഞാൻ തന്നെ ആണല്ലേ? എന്താ രജിച്ചേട്ടാ? നമുക്ക് നാളെ ജീവിക്കുന്ന രീതിയിൽ ഞാൻ ഇച്ചിരിച്ച് ഇവളെ കാണാണ്ട് നേരത്തെ പണ്ട് പോലുള്ള അങ്ങനെ എടുത്തു വെച്ചിട്ട് എലിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവള് പിന്നെ ഞാൻ ലോങ് പണിയായിരുന്നേ കൂടുതലും. അപ്പൊ ഞാൻ ഈ പൈസ ശനിയാഴ്ച വരുമല്ലോ, ശനിയാഴ്ച വന്നിട്ട് വീട്ടിലെ സാധനം സകല സാധനം ഞാൻ കൊണ്ട് മേടിച്ചു നോക്കും. പലരൊക്കെ സാധനം കൊണ്ട് മേടിച്ചു കൊടുത്തിട്ട് ബാക്കി പൈസ കൈ വെച്ച് 10-100 രൂപ കൈ കൊടുക്കുള്ളൂ. അപ്പൊ കുറച്ച് കാശ് നമ്മൾ ഉണ്ടാവില്ല. അത് ഞാൻ വല്ല ബുക്കിന്റെ ഇടയിൽ എന്റെ ഷർട്ടിന്റെ പോക്കറ്റ് വെച്ച് മടക്കി അലമാരിക്കത്ത് വെച്ചിട്ട് ഞാൻ പോണത്. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ വിളിക്കുമല്ലോ, പിന്നെ കടം മേടിക്കണില്ല. അതുകൊണ്ട് പിന്നെ വിളിക്കുമ്പോ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്ന് പറയാം. ഒരാഴ്ച പല സ്ഥലത്തേ വെക്കുള്ളൂ. അങ്ങനെ അവർക്കും ജീവിക്കണ്ടേ? അതെ, അവർക്കും എന്തെങ്കിലുമൊക്കെ ഓലപ്പരയായിരുന്നു അങ്ങനെ. ആ ഒരു ശീലം ഇപ്പോഴും ഉണ്ടെന്ന് വെച്ചാൽ പൈസ കൂടുതൽ കളയല്. കുറച്ച് പിശുക്കൊക്കെ നല്ലതാ, അതെ, ജീവിക്കണല്ലോ. പിന്നെ നമ്മളെല്ലാ സാധനവും ഇപ്പൊ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രസ് എടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് വരും. അത് നമ്മള് നേരത്തെ ഈ പ്രോഗ്രാം പോയി കഴിഞ്ഞിട്ട് ഈ തുണിയൊന്നും മേടിക്കാറില്ല. ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫോണില്. ആദ്യമൊക്കെ ഞങ്ങളവിടെ പോയ സമയത്ത് സുണ്ടപ്പനൊരു മര്യാദക്ക് ഇടാൻ ചെരുപ്പില്ല, ഒരു ഉടുപ്പില്ല ഡെയിലി മാറാൻ. ടീഷർട്ടൊക്കെ ആകെ 2 ഷർട്ടേ ഉണ്ടായിരുന്നു, ഡെയിലി മാറി കഴുകി ഇടുമായിരുന്നു. ആ സമയത്ത് ഇപ്പൊ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഉണ്ട്. രതീഷ് ചേട്ടനും ഗിഫ്റ്റ് ഒക്കെ വരാറില്ലേ? ഈ ഷർട്ടൊക്കെ നമ്മുടെ ഒരു ചേച്ചി മേടിച്ചു തന്നാണല്ലേ? ചങ്ങനാശ്ശേരിന്ന് കഴിഞ്ഞ ഓണത്തിന് ഒരു 7 ഷർട്ടോളം എടുത്തു തന്നാണ്. 7 ഷർട്ടോളം അല്ലേ? ഷർട്ട് എടുക്കാൻ പോയാ അങ്ങനെ ഡ്രസ്സ് എടുക്കാണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ അവര് വിളിച്ചു പറഞ്ഞാൽ കടയിൽ കയറിക്കോ എന്നിട്ട് എടുത്തിട്ട് വിളിച്ചാൽ മതി തോന്നുന്നു. അപ്പൊ ഞാൻ 2 എടുത്തോളൂ. പക്ഷെ അവര് സമ്മതിക്കണില്ല, എടുക്കുന്ന പറയണ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവരാണ്ട് 10-15,000 രൂപ അല്ലേ അന്ന് ഡ്രസ് ആണല്ലേ? ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്.
നല്ല കാര്യം. അപ്പൊ പിശുക്ക് കൂടുതലുള്ളത് രതീഷ് ചേട്ടനാണ്. പക്ഷെ കുറച്ച് പിശുക്ക് നല്ലതാ. അത് നല്ലതിന് വേണ്ടിയിട്ടുള്ള പിശുക്ക്. എന്താ ഓവർ ആകരുതെന്ന്. ഓക്കെ, അടുത്തത് വഴക്കിട്ട് കഴിയുമ്പോ ആരാണ് ആദ്യം സോറി പറയുന്നത്? ആദ്യം പോയിട്ട് കുഴപ്പമില്ല ഏട്ടാ അല്ലെങ്കിൽ കുഴപ്പമില്ല പെണ്ണേ എന്ന് പറഞ്ഞിട്ടൊന്ന് റെഡി ആക്കുന്നത് ആരാ? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ തന്നെ ചെല്ലണത്. അപ്പൊ പുള്ളി ഇങ്ങാട് പിന്നെ അവസാനം പിന്നെയും കലിക്കുള്ള ഞാൻ ആദ്യമൊക്കെ അത് കഴിയുമ്പോ ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഞാനൊന്നും പറയണ്ടേ, നീ ഇവളില്ലേ ഇവളുടെ ഇത് മാത്രം പറഞ്ഞു മിന്നണകളാണെങ്കിലും പിന്നെ ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞതില്ല മൈനത്തില്ല. വേറെ എന്തേലും പറഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മൈൻഡത്തില്ല. നമ്മള് ചേട്ടായി അങ്ങനെയല്ലേ നമ്മൾ ചുമ്മാ ഒക്കെ എന്തിനൊക്കെ പറയും അതിന്റെ മറുപടി പറയിപ്പിക്കാനൊക്കെ. അപ്പൊ മൈൻഡാതൊക്കെ ഒന്ന് പോകാവോ, സൂര്യൻ തരുവോ വഴക്കുണ്ടാക്കണതും ഈ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കും. തലക്ക് വെളിവ് തരുവോ? ഈ ഫോൺ തന്നെ ഇല്ലേ ഒരാളെ വിളിച്ച മണിക്കൂറോടെ നിന്ന് കഴിച്ചണത് ആരാണെന്ന് പോലും അറിയാൻ ചേച്ചിയുടെ ഫാൻസ് എത്ര പേരല്ലേ യൂട്യൂബില്? അയ്യോ അത് പറഞ്ഞില്ലേ ചേട്ടാ. യൂട്യൂബില് ഇപ്പൊ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞില്ലേ, ചോദിച്ചില്ലേ എന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഈ ഫീൽഡിൽ വന്നിട്ട്? ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് വേറെ ഒന്നുമല്ല. ഈ നമ്മുടെ ഈ വീടിന്റെ വീഡിയോ കാണിച്ചത് കണ്ടിട്ടുണ്ട്. ആ സാധനം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടാണ് കാണിച്ചത്. എനിക്ക് വീടില്ല, എനിക്ക് പാത്രങ്ങളില്ല, നമ്മുടെ മഴവിൽ മനോരമയിൽ ചെയ്തതാണ്. ഞാൻ യൂട്യൂബിലിട്ട വീഡിയോ ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല എനിക്കൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ എന്റെ എല്ലാം വളരെ സന്തോഷം, ഞാൻ തട്ട് കണ്ടോ പാത്രം കണ്ടോ വളരെ സന്തോഷത്തിലാണ് ചെയ്തത്. അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ എന്റെ അടിയിൽ എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടാ കമന്റ്സ് ഒക്കെ, സുചേച്ചി ചേച്ചിയുടെ ഗൂഗിൾ പേ നമ്പർ തരാവോ, അക്കൗണ്ട് നമ്പർ തരാവോ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, സ്ഥലം മേടിക്കാൻ സഹായിക്കാം, വില വെക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോലും ഞാൻ കൊടുത്തില്ല. ആ വീഡിയോ അടിയിൽ ഒന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് 3-4 വീഡിയോ ആ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. കുറച്ച് വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി പേരെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച സമയത്ത് എല്ലാരും സുധിമോളെ നീ അങ്ങോട്ട് ആരോടും ചോദിച്ചിട്ടല്ലല്ലോ, നിന്നോട് ഇങ്ങോട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നല്ലേ, അപ്പൊ ഉള്ളവര് തരുമ്പോ നീ മേടിച്ചു, അതിന് കുഴപ്പമില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് കയറിക്കൊക്കെ സ്ഥലമാകുമല്ലോ, അല്ലെ പെരയാവുമല്ലോ, അത് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ് ഈ പണ്ട് എന്നോട് ഒളിച്ചോടി പോകുന്ന പോലെ മുന്നോട്ട് ചിന്തിച്ചില്ല. അങ്ങനെ തോന്നി. അപ്പൊ ആൾക്കാരെ ശരിയാ, ഞാനൊന്നും ചോദിച്ചില്ല, എന്നോട് ഇങ്ങോട്ട് പറയുന്നല്ലേ. അപ്പൊ ആ ഒരു സഹായം കിട്ടുവാണെങ്കിൽ സ്ഥലമാകും. ആ സമയത്ത് നമ്മൾ ആ സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. ആ വീട്ടിൽ നമുക്ക് ഒന്നുമില്ല, നമ്മൾ ആ സിറ്റുവേഷനിൽ ഒന്നുമില്ലാതെ നിൽക്കുമെന്ന സമയം. അപ്പൊ നമുക്കത് ഹെൽപ്പായിട്ട് തോന്നി. പക്ഷെ പിന്നീട് അത് എനിക്ക് ഇത്ര മിനിറ്റ് നെഗറ്റീവ് അടിക്കുമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചില്ല. അതിന്റെ ഒരു 3-5 വീഡിയോ ഞാൻ പിന്നെ എന്നാ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ സഹായിക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറോടും വെച്ചൊരു വീഡിയോ ഇട്ടു. എനിക്ക് 6 ലക്ഷം രൂപയോളം വന്നു കേട്ടോ. 6 ലക്ഷം രൂപ വന്നു. 6 ലക്ഷം രൂപ വന്നു. പിന്നീട് ഇപ്പൊ ഫുള്ള് നെഗറ്റീവ് എനിക്ക്. കഷ്ടപ്പാട് പറഞ്ഞ് ഇല്ലായ്മ പറഞ്ഞ് കാശ് മേടിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എൻ്റെ ചേട്ടായിക്ക് മേലെ പനിയാണ്, അല്ലെ കാലുവേദനയാണ്, കൈവേദനയാണ്, ഞങ്ങളെ സഹായിക്കണം, ഒറ്റ വീഡിയോ പോലും ഞാൻ എനിക്ക് വേണ്ടി ഇട്ടിട്ടില്ല. എനിക്കവിടെ അങ്ങനെ ഇട്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ആ 6 ലക്ഷം രൂപ വന്നതിന് ശേഷം എനിക്ക് പുറത്ത് മര്യാദ ഡ്രസ്സ് ഇടാൻ മേല, നല്ലൊരു ഫുഡ് കഴിക്കാൻ മേല, പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പൊ തന്നെ പറയുന്നത് അതേ ആൾക്കാർ പിടിച്ച കാശ് കൊണ്ടാണ് അടിച്ചു പൊടിച്ച് കിടക്കുന്നത്. ശരിക്കും പറയാൻ വന്ന പൈസ ഒന്നും 1 രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടേ ഇല്ലായിരുന്നു. കാരണം എനിക്ക് ബമ്പർ സീറ്റ് ബമ്പർ അടിച്ചതും 15 അടിച്ചതും ഒക്കെ വരുന്നുണ്ട് എനിക്ക്. ആ പൈസ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ചേട്ടാ പണിക്ക് പോകുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനൽ ഉണ്ടോ അല്ലെങ്കിൽ ബമ്പർ സീറ്റ് പെണ്ണുമ്പോൾ പോകണ്ടെന്ന് പണിക്കൊന്നും പോകാതിരിക്കും. ചേട്ടാ പണിക്ക് പോകുന്നുണ്ട്, ലീവ് എടുക്കുള്ളൂ. കാരണം എനിക്ക് സുണ്ടപ്പം നോക്കാൻ ആളില്ലല്ലോ. മുകളിലോട്ടും താത്തോട്ടും പോകുമ്പോ കൊച്ചിന് അവിടെ പ്രശ്നമാണ്. ചേട്ടായി ലീവ് എടുക്കും. അല്ലാത്ത ദിവസമൊക്കെ ചേട്ടാ പണിക്ക് പോകുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ പിരിച്ച പൈസ കൊണ്ടൊന്നും അല്ല ജീവിച്ചത്. പക്ഷെ എനിക്ക് തീരെ പറ്റണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തന്നെ കമന്റ് വരുവാ അങ്ങനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അതെടുത്ത് മാറ്റൂലല്ലോ, ഞാനതെല്ലാം എടുത്ത് മാറ്റി. 6 ലക്ഷം രൂപ വന്നു. പിന്നെ എനിക്ക് യൂട്യൂബിന് വരുമാനം വരാൻ തുടങ്ങിയപ്പം എനിക്ക് തന്നെ സ്വാഭാവികമായിട്ട് തോന്നി ഒന്നുമില്ലായ്മ ഉണ്ടല്ലോ, ഒട്ടും എന്നെപ്പോലെ എന്നെ ഗതി കെട്ടത് ജീവിക്കാൻ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഉള്ള എന്നെ സഹായിക്കണ്ടല്ലോ. അത് ഓർത്തിട്ട് ഞാൻ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പർ എല്ലാം മാറ്റിയിട്ട് പറഞ്ഞു, ഇനി എന്നെ ആരും സഹായിക്കേണ്ട, പൈസ സഹായിക്കേണ്ട, എൻ്റെ വീഡിയോസ് കണ്ട് സഹായിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞത് എൻ്റെ വീഡിയോസ് കണ്ട് സഹായിച്ചാൽ മതി, വ്യൂസ് കയറിയാലും മതിയല്ലോ, നമുക്ക് സ്ഥലം എടുക്കുന്ന പൈസ കിട്ടുമല്ലോ. അത് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും മാറ്റി.
പക്ഷെ ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് പല ഓരോരുത്തരുടെ പൈസ ചോദിക്കുന്ന വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്നിട്ട് അവർക്ക് കൈവേന കാലുവേന എന്നൊക്കെ പറഞ്ഞാൽ അവർ സഹായം ചോദിക്കേണ്ട വീഡിയോയുടെ അടിയിലൊക്കെ ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ആ സുനിമോളൊക്കെ ഉണ്ടല്ലേ നല്ല ആരോഗ്യമുണ്ട് പണിയെടുത്ത് ജീവിക്കും ഞാൻ പണിയെടുത്ത് തന്നെ ജീവിച്ചോണ്ടിരുന്നത് മനസ്സിലായി പക്ഷെ അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സറിയാതെ വന്ന നെഗറ്റീവ് ഈ പൈസ നമ്മൾ 5 പൈസ എടുത്തിട്ടില്ല ആ 3 ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് ബാക്കി ആ 3 ലക്ഷം രൂപ കഴിഞ്ഞ മാസം കൊണ്ട് അവർക്ക് കൊടുത്തു 6 ലക്ഷം രൂപയുടെ പരിപാടി തീർന്നു അല്ലാതെ പിന്നെ ഞാൻ എന്റെ അക്കൗണ്ടിൽ പൈസ പറയാൻ സമ്മതിച്ചിട്ടില്ല 6 ലക്ഷം രൂപ അതിന്റെ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അവരെ പൈസ ആ ഒരു നെഗറ്റീവ് എനിക്ക് ഭയങ്കര സങ്കടമാണ് അന്ന് നെഗറ്റീവ് കമന്റ്സ് ഇട്ടവരൊക്കെ ഇത് കാണട്ടെ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് കാരണം ഞാനായിട്ട് ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് തന്നതാണ് തന്ന് നെഗറ്റീവ് വന്നതിന് ശേഷം ഞാൻ ഇന്ന് വരെ അല്ലെങ്കിൽ പോലും ഞാൻ ഈ സ്ഥലത്തിനല്ലാതെ എനിക്ക് പനിയാണ് അല്ല എന്റെ കെട്ടിന് കാലുവേനയാണ് എന്റെ മക്കൾക്ക് ജലദോഷമാണെന്ന് പറഞ്ഞു ഞാൻ ആരോടും പൈസ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ പിന്നെ ഈ വരുന്ന വരുമാനം ഇല്ലേ എനിക്ക് യൂട്യൂബ് ചാനലിന്റെ വരുമാനം എന്റെ മെമ്പർഷിപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ അതിൽ നിന്ന് ഞങ്ങള് ഒറ്റയ്ക്ക് തിന്നണമെന്നില്ല എനിക്ക് ഞാൻ ബെസ്റ്റായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇവിടെ ഞാൻ പറയാണ് ഞാൻ ഒത്തിരി രോഗികൾക്ക് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുന്നുണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ വരുമാനം വന്നു തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ കുറച്ച് ഭാഗം ഈ മേലാത്ത ആൾക്കാർക്കും വളരെ നല്ല കാര്യമാണ് കേട്ടോ അത്. എനിക്ക് കിട്ടുന്ന എനിക്ക് അമ്മച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. ആ ക്യാൻസർ ആയിരുന്ന സമയത്ത് എനിക്കറിയാം മരുന്ന് മേടിക്കാൻ കഷ്ടപ്പെടുന്ന വേദനയൊക്കെ എനിക്കറിയാം. അപ്പൊ അത് എന്തെങ്കിലും ഇതായ ആ വഴി എന്തെങ്കിലും നൽകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരെ വാട്സപ്പിൽ ഇപ്പോഴും വരാറുണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യണം ചോദിച്ചിട്ട്. പിന്നെ കുറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ഇടാൻ പറ്റില്ല. ആൾക്കാർ പിന്നെ ഇതിൽ പിന്നെയും അവര് നെഗറ്റീവ് കമന്റ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇടാതെ തന്നെ എന്നെക്കൊണ്ട് പറ്റണമെന്ന് ഞാനായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യാണ്. അത് വലിയ കാര്യം പൈസ കൊടുക്കും. അങ്ങനെ കുറച്ച് ഞാൻ ഇത് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നല്ല, ഞാൻ എന്റെ അവസ്ഥ പറയുന്നത്. ഞാൻ ആരോടും തെണ്ടിട്ടല്ല ജീവിക്കുന്നത്. അതെ, ഞാൻ നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ജോലി ചെയ്തിട്ട് എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. യൂട്യൂബിന് തുടങ്ങിയോണ്ട് എന്റെ കെട്ടിയ മണിക്ക് പോലെ ചുമ്മാ തിന്നുവെന്നൊക്കെ പറഞ്ഞ കമന്റ് വരാറുണ്ട്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ട് പോകണം, ഇവർക്ക് വല്ല അറിയാം. അതങ്ങനെ ചേച്ചി, നമ്മളുടെ സൊസൈറ്റി അങ്ങനെ, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറെ പേരുണ്ട്. അവരൊക്കെ വെറുതെ ഇരുന്നിട്ട് ജീവിതത്തിലൊന്നും എവിടെ എത്താണ്ടിരുന്നിട്ടായിരിക്കും കമന്റ് ഇടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇത്രയും ഇവിടെ അവർക്ക് പറ്റുന്നില്ലല്ലോ, ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ആ ഇല്ലായ്മ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആരെയും കഷ്ടപ്പെടുത്തി ജീവിക്കാന്ന് ഓർത്തിട്ടില്ല. ഞാൻ പിന്നെ അത് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യരുത്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാര് ഗിഫ്റ്റ് അയച്ചു തരും. അതെ, നമ്മള് പറഞ്ഞ പോലെ അതെ, വേണ്ട എന്ന് പറഞ്ഞാൽ അവര് തരും. അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡ്രസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാരില്ല, ഇങ്ങനെ മറ്റേ ഓൺലൈൻ അത് നമ്മളിതൊരു പ്രൊമോഷൻ ചെയ്തിട്ടില്ല, പൈസ മേടിച്ചിട്ടൊന്നുമില്ല. അവരാണപ്പോ കഷ്ടപ്പെടുന്ന ഒരു നമുക്ക് ഒരു ഡ്രസ്സ് ഇറക്ക്, നമുക്കത് വീഡിയോയിൽ ഇടാന്ന് പറയും. പക്ഷെ അവര് ഇടണ തന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 5-6 ഡ്രസ്സൊക്കെയാണ് അവർ ചില ആൾക്കാർ ഞാൻ കാഴ്ച. ഇപ്പൊ ആൾക്കാർ നോക്കുമ്പോ എന്റെ യൂട്യൂബ് ചാനലിൽ പ്രൊമോഷൻ പോലെ വീഡിയോ, ഒത്തിരി ഗിഫ്റ്റ് വരുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ശരിക്കും പറയാൻ കുറെ ഗിഫ്റ്റ് അല്ല അത്, എനിക്ക് പ്രൊമോഷൻ തരുന്നതാ. അത് പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ധാരണ എന്ത് വരും എന്ന് അറിയാമോ? ഞാൻ അവിടെ പൈസ എന്റെ വീഡിയോസ് ഇതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. 1 രൂപ പോലും ഞാൻ ആരിൽ നിന്നും മേടിച്ചിട്ടില്ല. കാരണം എന്നെ വിളിക്കുമ്പോ തന്നെ അവര് പറയും, ചേച്ചി ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഈ പരിപാടി തുടങ്ങിയേക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇന്ന് എന്തെങ്കിലും ചെറിയ അച്ചാറ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിക്കാറ്. ഞാൻ അങ്ങനെ പൈസ ചോദിക്കാറില്ല. ഞാൻ അപ്പൊ വിചാരിക്കാൻ എന്നെ കൂടെ ഒരാൾ രക്ഷപ്പെട്ടോട്ടെ. ഞാനൊരു പ്രൊമോഷൻ ചെയ്തിട്ട് അവരുടെ ഒരു സാധനം പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാ ഞാൻ ചോദിച്ചു. ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ 1 രൂപ പോലും ഇന്നൊരു പ്രൊമോഷൻ എന്നും പറഞ്ഞാൽ ആരോടും മേടിച്ചിട്ടില്ല. എന്റെ യൂട്യൂബിന്റെ വരുമാനം അല്ലാതെ എന്റെ മെമ്പർഷിപ്പിൽ പോയി ചെയ്യുന്ന പൈസ അല്ലാതെ ഞാൻ ആരുടെ അടുത്തൊന്നും ഇന്ന് വരെ അല്ലാതെ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്ന് വരെ മേടിച്ചിട്ടില്ല. എന്റെ കഷ്ടപ്പാട് അറിയട്ടെ. എന്റെ സ്കൂളിൽ വയലറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ, കുട്ടികൾ ക്ലാസ് ടീച്ചറാണ്. പിന്നെ അജോ എന്ന് പറഞ്ഞ നമ്മുടെ അരൂർ പള്ളിയിലൊരു അച്ഛനുണ്ട്. അന്ന് ഞങ്ങൾ അവിടെ സ്കൂളിലായിരുന്നു. അവര് മുഖേനാണ് ഫിലോകരിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങളിൽ എത്തുന്നത്, കോൺടാക്ട് ചെയ്യുന്നത്. സ്കൂളിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് വളരുന്ന കൊച്ചുങ്ങൾക്ക് ഒരു വീട് എന്ന രീതിയിലേക്ക് അവര് വിളിച്ച് സംസാരിച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് വെച്ച് തരുന്നതാണ്. അങ്ങനെ അപ്പൊ ഈ എനിക്ക് വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഒത്തിരി ആൾക്കാര് ഇങ്ങനെ എനിക്ക് കോട്ടയത്ത് വീടുണ്ടെന്നും പറഞ്ഞ് വേറൊരു കഥ ഇറങ്ങിയായിരുന്നു, സ്ഥലവും പെരയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചതിക്കപ്പെട്ടതായിരുന്നു. ഞങ്ങൾ അവിടെ ചതിക്കപ്പെട്ടത്. കാരണം ഞങ്ങള് അമ്മച്ചി ക്യാൻസർ ആയ സമയത്ത് ഞങ്ങൾ അമ്മേനെ നോക്കാൻ അവിടെ ചെന്നതാ. ഞങ്ങൾ ആദ്യം ആ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് അമ്മേനെ നോക്കാനായിട്ട്.
വാടക താമസിച്ച സമയത്ത് അവര് എന്നോട് പറഞ്ഞു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തരാം, ആ പൈസ വീട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കിയപ്പോ 3-4 സെന്റ് സ്ഥലം, ഒരുമാതിരി നല്ലൊരു വീടും ഫ്രീ, അത്രയും പൈസക്ക് എവിടെയെങ്കിലും കിട്ടുമോ? അപ്പൊ ഞങ്ങള് രണ്ടും കൂടെ കുറച്ച് പണിയെടുത്ത് കുറച്ച് സ്വർണ്ണമൊക്കെ കുറേശ്ശെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ വിറ്റിട്ട് അമ്മയും കൂടെ സഹായിച്ചിട്ട് ഞങ്ങൾ അത് വാങ്ങിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് നോ ട്രാൻസ്ഫർ സ്ഥലമായിരുന്നു. ഓയ്യോ, ഞങ്ങളെ ചതിച്ച പോലെ ആയിരുന്നു അത്. നീ പാവങ്ങളെ ഇങ്ങനെ ചതിക്കുന്ന ഇങ്ങനെ ആ ഇതും വെച്ചോണ്ട് എന്നെ ഇപ്പൊ സ്വഭാവമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ച സ്ഥലത്ത് ഞാൻ തെണ്ടി വളർന്ന ഒരാളാണല്ലോ, എല്ലാവർക്കും അറിയാം. ഞാൻ ഓരോ വീടുകളിലൊക്കെ ഞങ്ങള് പാത്രം കൊണ്ട് കെഞ്ചി വളർന്ന ഒരാളാണ്. അപ്പൊ ആ സ്ഥാനത്ത് ഒരു ചിരിയിലൊക്കെ പോയി നമ്മൾ രക്ഷപ്പെട്ട് വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമല്ലോ. അവരുടെ വീട്ടിൽ എങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കണം, അവരെ താഴത്തോട്ട് കൊണ്ടുവരണം എന്നൊരു ഇതുണ്ടാകും. അങ്ങനെ വൈരാഗ്യമുള്ള ആൾക്കാർ എനിക്കിവിടെ തിരുവഞ്ചൂരുണ്ട്. അതെ, മനസ്സിലായി. പക്ഷെ ഞാൻ പറയണു, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഒരു വിഭാഗം ഓഫ് ആൾക്കാരൊക്കെ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണുള്ളത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ താഴെയുള്ള കോമന്റ്സ് ആണെങ്കിലും നമ്മുടെ മഴവിൽ മനോരമയിൽ ഈ ബമ്പർ ചിരിയിലെ ഓരോ വീഡിയോയുടെ താഴെ വരുന്ന ഇത് നിങ്ങളുള്ള സ്നേഹമാണ്. അത്രയും പേരുണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ. അപ്പം ഞാനിപ്പം നിങ്ങളുടെ രണ്ടുപേരും ലൈഫ് സ്റ്റോറി ഫുള്ള് പറഞ്ഞു നമ്മൾ ഇന്ന്. ഞാൻ മഞ്ജു ചേച്ചി പറഞ്ഞ ഒരു കാര്യം പറയാണ്. മഞ്ജു ചേച്ചി സുജി ചേച്ചിനോട് പറഞ്ഞാല്, സുജി ചേച്ചി ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് എല്ലാവർക്കും ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം. സുജി ചേച്ചിക്ക് ഉള്ളിൽ എന്താണോ അതാണ് ചേച്ചിയുടെ പുറത്ത് വരുള്ളൂ. സങ്കടാണെങ്കിലും സന്തോഷമാണെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ രതീഷേട്ടനൊക്കെ ഇത്രയും നന്നായിട്ട് മിണ്ടുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ ഇവിടെ അതായിരുന്നു എനിക്ക് വേണ്ടത്. ചാനലിപ്പോൾ സംസാരിച്ചില്ല, അങ്ങനെ ഞാൻ പറയാറില്ല, തന്നെ ഇത്രയും അങ്ങനെ സംസാരിക്കില്ല. എന്താണെന്നറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം ഇത് വിളിച്ച ഇവിടെ ഞങ്ങൾ വരാം ഇന്റർവ്യൂ തരാന്നുള്ളൊരു സന്തോഷം വന്നറിയും. ഞങ്ങളെ ആദ്യമായിട്ട് വിളിക്കണം നിങ്ങളുടെ ചാനലില, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വിളിക്കണം നിങ്ങളുടെ ചാനൽ. എന്നെ വിളിക്കണം, എന്റെ ഫോണിലേക്ക് വിളിക്കണം. ഇപ്പോഴും വിളിച്ച എന്റെ ഫോണിലേക്ക് തന്നെയാണ്, ഇവളുടെ ഫോണിൽ വിളിച്ചില്ല. അപ്പൊ അന്ന് പോലെ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ തരാം, ഇന്ന ദിവസം തരാം എന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ആ തലേ ദിവസമായപ്പോ എനിക്ക് പ്രശ്നമായില്ലേ. അങ്ങനെ വിളിച്ചിങ്ങനെ തിരുത്തി. ഇപ്പൊ നമ്മളിവിടെ എത്തിയല്ലോ, നമ്മുടെ ഒരു ഇന്റർവ്യൂ എടുത്തല്ലോ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു സെഗ്മെന്റ് കൂടി തന്നോട്ടെ. ഇത് ഫൺ സെഗ്മെന്റ്, നമ്മൾ നേരത്തെ പോലത്തെ ഫൺ സെഗ്മെന്റ് ആണ്. അപ്പൊ ഇതില് എന്റെ കുറച്ച് ലോട്ട്സ് ഉണ്ട്. ഇതില് കുറച്ച് സാധനങ്ങളുടെ, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളുടെ പേരാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ 4 എണ്ണം ചേച്ചിക്കും തരും, 4 എണ്ണം രതീഷേട്ടൻ തരും. നിങ്ങൾ രണ്ടുപേരും ഡംഷറാസ് കളിച്ചിട്ടുണ്ടോ? അതിപ്പോ കളിക്കാം നമുക്ക്. അപ്പൊ ഇത് ചേച്ചിക്ക് തരാം. അപ്പൊ ചേച്ചി അത് ആംഗ്യം കാണിച്ച് ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കണം ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരിക്കുമല്ലോ, വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ. അപ്പൊ എന്ത് പറഞ്ഞാലാണ് മനസ്സിലാവുന്നുള്ളത് അറിയായിരിക്കുമല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഞാനിത് കൊടുക്കുകയാണേ. 4 എണ്ണം ഉണ്ടേ. ആംഗ്യം കാണിക്കണം, ആംഗ്യം കാണിക്കണം, സംസാരിക്കാനേ വായിക്കേണ്ടത് എന്നാണ്. അല്ലെങ്കിൽ ആദ്യം രതീഷേട്ടൻ ഓൾറെഡി തുറന്നു. രതീഷേട്ടൻ പറയരുതേ, ആംഗ്യം കാണിച്ച് സുജേച്ചിനെ കൊണ്ട് പറയിപ്പിക്കണം. തുടങ്ങിക്കോ. ദോശച്ചട്ടിയോ? ദോശ ഇട്ട് മറിച്ച് ദോശ അപ്പൊക്കെ അല്ല, തവിയ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. ദോശയോ? ദോശ കല്ലാണോ? ദോശക്കല്ല. ഇഡലിയാ? ഇഡലി പാത്രം. അതായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. അതെ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ചേച്ചിക്ക് എവിടെയെങ്കിലും കിട്ടും. കഴിക്കുന്ന എന്തെങ്കിലും സാധനമാണോ? കഴിക്കുന്നതാണോ? അല്ല. അപ്പൊ ഇങ്ങനെ കാണിച്ചത് അങ്ങനെ കാണിക്കുന്നത് കഴിക്കണ ഗോതമ്പ് ദോശയോ? അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? അപ്പൊ അതിനോട് കഴിക്കുന്ന സാധന പാലപ്പച്ചട്ടിയാ? തിന്നാൻ സാധനമാണോ? കഴിക്കുന്ന സാധന. ഇങ്ങനെയോ? ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന സാധനം എന്തുവാ കഴിക്കുന്നേ? ഓംപ്ലേറ്റ് ആണോ? ഓംലെറ്റ് ഉണ്ട്, അതുപോലെ എന്തൊക്കെയുണ്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിടുന്ന. ചപ്പാത്തിയാ? അതൊക്കെ തിരിച്ചു മറിച്ചിടാലോ.
ആ ഏരിയയിൽ വരുന്നയാണോ? ആ അങ്ങനത്തെ സംഭവം കഴിക്കണ സാധനം. ഓക്കെ, തോറ്റ്. ഇനി രതീഷേട്ടൻ പറഞ്ഞ എന്താന്ന്? ദോശമാവ. ഞാൻ ചോദിക്കാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു. ഞാൻ ദോശമാവെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. ദോശ പറഞ്ഞില്ലല്ലേ? ദോശ വന്നില്ലേ എങ്ങനെയാണ് കാണിക്കണ്ടായിരുന്നു. ഓക്കെ, ദോശ പണി തരാം. നിങ്ങൾ ചിരിച്ചോണ്ടിരുന്ന കേട്ടോ. എന്നെ സുധി ചേച്ചിയുടെ ടേണാണേ. ഉളിഞ്ഞു നോക്കി ഇടുക്കി പിടിച്ചു. ആ അടിപൊളി അടിപൊളി. ഇത് രണ്ടും ഇത് തന്നെയാണ്. എനിക്ക് കിട്ടി. പൂരി, പപ്പടം. അങ്ങനെ കാണിക്കണം, ബുദ്ധി വേണം മനുഷ്യനെ. ഇപ്പൊ കിട്ടി. അങ്ങനെ കാണിച്ചാ മതി. അതെ, ഞാൻ കാണിച്ചാൽ അസോഷ കാണിക്കണം. ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടല്ലോ മനസ്സിലായത്. ഇപ്പൊ രതീഷ് ഒരു ഐഡിയ കിട്ടി. അയ്യോ അതെങ്ങനെ ചിരിയോ? ചിരിയല്ല, വീട്ടിലുള്ള ഒരു സംഭവമാ. അത് കാണിച്ച പെട്ടെന്ന് അറിയാൻ പറ്റും. അത് പ്രശ്നമല്ല. കാണിക്കും അരകല്ലോ. കൊട്ടോട്ടാ, ഒളിഞ്ഞു നോക്കരുത്, കിറക്കിട്ട് കൊത്തുവേ. ഓഹ് ഇത് ചിപ്പാട. അരിയുന്ന എന്ത് സാധനമാണോ? അരിയണതാണോ? മീന, ചെമ്മീന. അതെന്ത് സാധനം? മീനായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. ഞണ്ട്, മീൻ, മീൻ ചട്ടിയാ. മീൻ ഞാൻ വളരെ സ്മാർട്ടാന്ന്. മനുഷ്യ ശരിയല്ലേ? നിങ്ങൾ പറ. ഇത് മത്സരമല്ലേ? അതെ, മത്സരമാണ്. ശരിയാത്ര ഞങ്ങള് പോയിന്റ് ഇടുന്നുണ്ട്. പ്രോത്സാഹന സമ്മാനം ഇല്ല. ഉണ്ടോ? കൊതുവോ? ലവ്. ഇതന്നെ സാധനം. ഡ്രസ്സൊക്കെ. അത് ബുദ്ധിയില്ലാത്ത മനസ്സിലായില്ല. അലമാരിയാ? ഡ്രസ്സൊക്കെ അത്ര പറഞ്ഞുള്ളൂ. ബക്കറ്റാ? ബക്കറ്റാണ് ഞാൻ ഇട്ടോണ്ട് നടക്കുന്നത്. ഇട്ടോണ്ട് എടുക്കുന്ന എന്തോ ആണ്. ചുരിദാർ പോലെ. സിമ്പിൾ. ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ലേ? എന്റെ എതിർച്ചയായിട്ടുണ്ട് ടാൻ. ഇത് വലിയ സംഭവം തോന്നുന്നല്ലോ. കട്ടിലോ? അത് ബന്ധപ്പെട്ട് തന്നെ. ദിവാങ്കോട്ടോ? ബെഡ്ഷീറ്റോ? തലാണയോ? കാണിക്ക്. ഉറങ്ങാണ് എന്തോ ഒരു സംഭവമാണ്. അതെ. തൊട്ടിയോ? കുഞ്ഞാലോ? ഉറങ്ങാൻ പറ്റുന്ന എന്ത് സംഭവം? സ്വിമ്മിംഗ് പൂളോ? സ്വിമ്മിംഗ് പൂൾ നല്ലതാ. സ്വിമ്മിംഗ് പൂള് 2 തവണ ഉറങ്ങാം. കട്ടിലാണോ? സോഫയാണോ? അതായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് സംബന്ധമാണോ? കിടക്കണ സാധനം. അതും പറഞ്ഞല്ലേ ഉള്ളത്. എന്നിട്ടും മറ്റേ പായോ? പായോ? പായ. ഓക്കെ, ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ്. എനിക്ക് മനസ്സിലായി. പുട്ടുകുറ്റി. പുട്ടുകുറ്റി. അങ്ങനെ നമ്മളുടെ നമ്മളുടെ സെഗ്മെന്റ് കഴിഞ്ഞു. സുജേച്ചിയാണ് വിജയിച്ചിരിക്കുന്നത്. സുജേച്ചിക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് ചായ. ഒന്നുമില്ല. സുജേഷ് എന്നിട്ട് സ്മാർട്ട് ആയിട്ട് കളിച്ചത്. അപ്പൊ നമ്മുടെ സെഗ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മള് കൊറേ സംസാരിച്ചു, കൊറേ ചിരിച്ചു, കൊറേ വിഷമങ്ങൾ പറഞ്ഞു. നമ്മൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കാണ്. സുജേഷ് ആണെങ്കിലും രതീഷ് ചേട്ടനാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും
വളരെ പ്യുവർ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക, എപ്പോഴും സ്നേഹത്തോടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും ഇതുപോലെ ഇരിക്കുക. നിങ്ങൾക്ക് ഇനി ഒരുപാട് ലൈഫിൽ വിജയങ്ങൾ കൈവരിക്കാനുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ഇനിയും കാണാൻ പറ്റട്ടെ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങൾ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ. കാരണം നിങ്ങൾ രണ്ടുപേരും അത് എന്താ പറയാ, ഒരുപാട് കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. താങ്ക് യു സോ മച്ച്. ഇനി കാണാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.